ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ച് രാത്രി നാം സന്ദേശത്തിലേക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം 1:3 കർത്തൃദാസൻ വായിച്ച് സഹായിക്കും. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇതാ നമ്മുടെ ഈ 2 ദിവസങ്ങളിലെ പ്രഭാഷ വിഷയം. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവൻ അത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. കണ്ണുകൾ ഒരു നിമിഷം മൂടാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ ഹല്ലേലൂയ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി കർത്താവിന്റെ മുൻപിലേക്ക് താഴ്ന്നു വരാം. വരുവീൻ നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുവേ. ഇന്ന് രാത്രി നുറുങ്ങിയ വിഷയങ്ങൾക്കും പ്രതികൂലത്തിന്റെ വിഷയത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ നിയമത്തിന്റെ പെട്ടകവുമായി നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. ചതഞ്ഞോടെ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരുതേക്കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഈ രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി സോളോ പാടി കർത്തൃദാസൻ പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് പെന്തിക്കോസുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എവിടെ പോയി സന്തോഷമൊന്നും അറിയത്തില്ല. ഇന്ന് രാത്രി കോവിഡിന് ശേഷം ഉപദേശിമാർക്ക് സന്തോഷം കുറവാണ്, ഞങ്ങൾക്ക് സന്തോഷം കുറവാണ്, ലോക്കൽ പാസ്റ്റർമാർക്കും എല്ലാം സന്തോഷം കുറവാണ്. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി വലിയ വീട് തന്നിട്ടില്ല, കാറ് തന്നിട്ടില്ല, കമ്പ്യൂട്ടർ തന്നിട്ടില്ല. നിങ്ങളുടെ തൊട്ടടുത്ത് മല ചാടുമ്പോൾ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ വർഷം എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. രാത്രി 11:30 ഏറ്റവും നിർണായകമായൊരു ഭൂചലനമുണ്ടായി. വയനാടിന്റെ ഓരോ ഭാഗങ്ങളിൽ വചനം പ്രസംഗിപ്പാൻ സ്വർഗം എനിക്ക് കൃപ ചെയ്തു. പുൽപ്പള്ളിയിലും ബത്തേരിയിലും മാനന്തവാടിയിലും അമ്പലവയലിലും മീനങ്ങാടിയും പടിഞ്ഞാറേത്തറയും ബാണാസുര സാഗറും അതുപോലെ തന്നെ തിരുനെല്ലിയിലും അവസാനം മേപ്പാടിയെല്ലാം പ്രസംഗിക്കുന്നു. കൽപ്പറ്റയിൽ മേപ്പാടി നല്ല മനോഹരമായൊരു സ്ഥലമാണ്. 4 മലകൾ ഉയർന്നു നിൽക്കുന്ന നല്ല തരുണിമയുടെ കാഴ്ച അവിടെ കാണുന്നത്. 1 പുത്തുമല, 2 ചൂരമല, 3 വെള്ളാർമല, 4 മുണ്ടക്കൈ. 4 മലകളാ മേപ്പാടിയുടെ പ്രത്യേകത. രാത്രി 11:30 ചിലർ മൊബൈലിൽ സംസാരിച്ചു, ചിലർ ടെലിവിഷൻ കണ്ടു, ചിലർ പാട്ടുപാടി യൂട്യൂബിൽ പ്രസംഗമൊക്കെ കണ്ടു. 1-ാമത്തെ ചലനം തുടങ്ങി. ആ ചലനം 4.5-ൽ വയനാട്ടിൽ ആദ്യത്തെ ഭൂകമ്പം. ഭൂമി പട്ടുപട്ടും കിടുകിടക്കീറും മത്തനെ പോലെ ചാഞ്ചാട് കാവൽമാടം പോലെ ആടും വിറയ്ക്കും വീഴും. അത് എഴുന്നേൽക്കയില്ല. അതിന്റെ ചലനം അവിടെ ആരും അധികം അറിഞ്ഞില്ല. ഗ്ലാസുകളും കപ്പുകളും കൂട്ടിമുട്ടി. മകനെ മകളെ രാത്രി 1:30 മതമയിളകി ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ 4 മലകൾ ഉരുൾ പൊട്ടുവാൻ തുടങ്ങി. പടപട അമ്പരചുംബികളായ കെട്ടിടങ്ങൾ താഴെ വീഴുന്നത് പോലെ മലകൾക്ക് മുകളിൽ പാർത്തിരുന്നവരുടെ വീടുകളും കുടിലുകളും താഴേക്ക് പതിക്കുവാൻ തുടങ്ങി. സംഭവിച്ചത് നിങ്ങൾക്കറിയാം. 400-ൽ പരം പേർ ഒറ്റ രാത്രി കൊണ്ട് ലോകത്തോട് മാറ്റപ്പെട്ടു പോയി. മേപ്പാടി ചുരത്തിന്റെ അടിവാരം പഞ്ചായത്തിൽ ചെന്നാൽ 400 പേരുടെ പഠിച്ച പടമുണ്ട്. ചിലരുടെ കൈയും കാലും നഷ്ടപ്പെട്ടവരുടെ ഫോട്ടോകൾ വീട്ടിൽ നിന്ന് പറക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് 38 പേരെ പറ്റി ഇന്നും യാതൊരു വിവരവുമില്ല. കാര്യം അതല്ല. പോത്തുകലിൽ കൂടി ചാലിയാർപ്പുഴ ഒഴുകുന്നു. പുത്തുമലയുടെ ഒരു അരുവിയ ചാലിയാർപ്പുഴ. നിലമ്പൂർ 2 ദിനം കഴിഞ്ഞ് രാവിലെ തുണിയലക്കാൻ സഹോദരിമാർ ആ പുഴയിൽ ഇറങ്ങി. കന്നുകാലികളെ കുളിപ്പിക്കുവാൻ ചെറുപ്പക്കാരിറങ്ങി. കണ്ടത് 2 ദിവസം മുമ്പ് ഉറങ്ങിയവന്റെ കൈ വേറെ, കാല് വേറെ, ശരീരഭാഗങ്ങൾ വേറെ. ഇന്ന് രാത്രി കണ്ണൂരും ഒരു ഭൂകമ്പം വരാമായിരുന്നു. പയ്യന്നൂരും ഇരിക്കൂരും ഭൂമി ഇളകാമായിരുന്നു. ശ്രീകണ്ഠാപുരത്തും ഒരു വലിയ ദുരന്തം വരാമായിരുന്നു. അതിന്റെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. മാതാവേ പിതാവേ, വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, അക്കൗണ്ടിൽ കാശ് തന്നിട്ടല്ല. 2024 കണ്ടവർ 25 കണ്ടില്ല. 25 ജനുവരി കണ്ടവർ ഏപ്രിൽ മാസത്തിന്റെ 2-ാമത്തെ ആഴ്ച കാണാതിരിക്കുമ്പോൾ കാലുകളെ ചവിട്ടിക്കൊണ്ട് ഗ്രൗണ്ടിനകത്ത് വന്ന് ഒരിക്കൽ കൂടി അപ്പച്ചനെ സ്തുതി കരേറ്റുവാ. സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കണ്ണിന് കണ്ണുനീരിൽ കാല് വീഴ്ചെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഞങ്ങളുടെ സെന്ററിന്റെ കൺവെൻഷന്റെ ആദ്യ രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങൂലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. അങ്ങയുടെ തേജസ്സിന്റെ കരം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ചലിക്കുക. പട്ടണത്തിനകത്ത് ആ ദിവ്യ ശബ്ദത്തിന്റെ മുഴക്കം ഇന്ന് രാത്രി മുഴങ്ങുമ്പോൾ 2025-ൽ ഒരു ചേഞ്ച് ഉണ്ടാകുക. ഇന്ന് രാത്രി വേദനയോട് വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയാകട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യത്തിനകത്തിരുന്ന
സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ 2025 ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ചില കുടുംബങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ കൺവെൻഷനുകൾ കൂട്ടങ്ങൾ മുഖാന്തരമായിരിക്കട്ടെ. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന സെന്റർ കുഞ്ഞുങ്ങൾ, ദൈവസഭ, ദൈവമക്കളെല്ലാം മാനിക്കപ്പെടട്ടെ. ശ്രീകണ്ഠാപുരം എന്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. സകല മക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടക്കാർ, തൊഴിലാളി സുഹൃത്തുക്കൾ, സഹോദരങ്ങളെല്ലാം ഈ കൺവെൻഷനിൽ കൂടി ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കൂടി ഞങ്ങൾക്ക് കാലാവസ്ഥ അനുകൂലമാക്കിയതിനായി നന്ദിയപ്പ. ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നത് വരെ 5-6 കിലോമീറ്റർ സ്വർഗത്തിന്റെ കുടമേഘം പോലെ നിന്ന് ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്ന ദൈവകരം ഇവിടെ വെളിപ്പെടുന്നതിനായി നന്ദി. യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും അയ്യോലും ഗിബായോലും നിർത്തി അത്ഭുതം ചെയ്ത ദൈവകരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി മടങ്ങി കുഞ്ഞുങ്ങളുടെ യാത്രകളെല്ലാം ദൈവം കാക്കണം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ഈ രാത്രിയും ധരിക്കണം. ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ എളിയവനെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഈ പട്ടണത്തിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ശ്രീകണ്ഠാപുരം പട്ടണത്തിൽ ഉയരണം. ആദ്യോടത്തെ തിരുസാനത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും തിരുവെഴുത്തുകൾ തുറക്കാം. 11 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. ഇനി 10 വാക്യങ്ങൾ. പല വാക്യങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ബൈബിളിൽ നിന്ന് എടുത്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ തിരുവചനത്തിനകത്ത്, 262 അധ്യായങ്ങൾ പുതിയ നിയമത്തിനകത്ത്. പുതിയ നിയമത്തിന്റെ 5 പ്രാഥമിക ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ഒന്നാം തലമാ സുവിശേഷം 4 എഴുത്തുകാരിൽ കൂടി മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാൻ. മത്തായി യേശുക്രിസ്തുവിന്റെ മശിഹാത്വവും, മർക്കോസ് ദാസത്വവും, ലൂക്കോസ് മനുഷ്യത്വവും, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും വരച്ചു കാട്ടുന്നു. സുവിശേഷത്തിന്റെ ആകമായ പ്രസക്തികൾ 5 കാര്യങ്ങൾ. 1 യേശുക്രിസ്തുവിന്റെ ജനനം, 2 നാഥന്റെ ജീവിതം, 3 നാഥന്റെ മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ ഒരു ഭാഗം ആരും അധികം പറയാറില്ല. കണ്ണൂർക്കാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. ദൈവസഭയുടെ ഭാവികരമായ പ്രത്യാശ. സുവിശേഷ ഭാഗങ്ങൾ അവസാനിക്കുമ്പോൾ 2-ാം തലം സഭയുടെ ചരിത്രമാണ്. ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയത് അപ്പോസ്തല പ്രവൃത്തികൾ. 3-ാമത്തെ ഭാഗമാണ് തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ. അത് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന പ്രത്യാശയും നിത്യതയെ പറ്റി വരച്ചു കാട്ടുന്നു. റോമയും കോരിന്ത്യയും തെസലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും. ഇതാ വലിയ ലേഖനങ്ങൾ. 4-ാം തലം ചെറിയ ലേഖനങ്ങൾ. ഉലകത്തിന് എന്ത് നടക്കും, ഭാവികാല സംഭവങ്ങൾ, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, വചനം കടന്നു പോകുന്നവരുടെ ന്യായവിധിയെ പറ്റി ചെറിയ ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. യൂദ അവസാനം ഇങ്ങനെ വരാനിരിക്കുന്ന ഭാവി കാലത്തെ പറ്റി ഒരു വാക്ക് ചൊല്ലിക്കൊണ്ട് ലേഖന പരമ്പര സമാപിക്കുന്നത്. യൂദ ഇങ്ങനെ എഴുതുന്ന, ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு தான் மேடையில் இருக்கிற அருமையான வாலிப கொழுவினார் இந்த நாட்களிலே உண்மையான பாடல் பாடும் പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിന്റെ താഴെ ടൗൺകാർക്കും നാട്ടുകാർക്കും ബെന്തിക്കോസുകാർക്കും കേൾക്കാനും വാക്യങ്ങളുണ്ട്. പകപിണക്കം, കോപം, ദന്തപക്ഷം, ജാരശങ്ക, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് മയക്കുമരുന്ന് MDയും സകലതും അടിക്കുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. വീണ്ടും യൂത എഴുതി, അന്ത്യകാലത്ത് ചിലർ ദൈവസഭയിൽ നുഴഞ്ഞു കയറും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. വീണ്ടും പരിസമാപ്തി കുറിക്കുമ്പോൾ ലേഖനത്തിന്റെ അവസാന ഭാഗം വീഴാതിരിപ്പാൻ. എന്താ വീഴാതിരിപ്പാൻ? നാം അപ്രതീക്ഷിതമായി ഒരു കഴുകൻ ഇര തേടി ആകാശത്തിൽ പോകുന്നത് പോലെ കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ, അതിനുമപ്പുറത്ത് സാമ്പത്തിക മണ്ഡലം ഉത്സാഹത്തോടെ കുതിക്കുമ്പോൾ, 2019 മനുഷ്യരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടൊരു മഹാവ്യാധി ഇവിടെ ഇറങ്ങി. 15 രൂപയുടെ സോപ്പ് കൊണ്ട് കുമ്മള കൊണ്ട് കഴുകൾ എന്ന ഒരു വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി. നോവൽ കൊറോണ
അതൊന്ന് കെട്ടടങ്ങിയ ശേഷം പലരും വിചാരിച്ചു നല്ല കാലം വരും. നല്ല കാലമൊന്നും വരത്തില്ല സഹോദരങ്ങളെ. 2025 തുടക്കം. ഇന്ന് ചൈനയിൽ വീണ്ടും ഒരു മഹാവ്യാധിയുണ്ട്. പലതും പുറത്തു വരുന്നില്ല. അതിന് മെഡിക്കൽ സയൻസ് വിളിക്കുന്നു HMPV. കഴിഞ്ഞ ദിവസങ്ങളിൽ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നു 2029 കോവിഡിനോടനുബന്ധിച്ചൊരു മഹാവ്യാധി വരുവാൻ സാധ്യത. അത് കണ്ടിട്ട് ആകെ പേടിച്ചരണ്ട ട്രംപ് പറഞ്ഞു, ഇനി സൂചിനും ട്രിപ്പിനും മരുന്നിന് എന്റെ കാശില്ല, ഞാൻ പോവുക. സ്വോത്രം. WHO നിന്ന് ട്രംപ് പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളും പുറത്താകാൻ പോകുക. WHO തരാൻ കാശില്ല. ഒരുപക്ഷെ നെയ്യാറ്റിൻകരയിൽ അമീബ മസ്തിഷ്കജ്വരവും കോഴിക്കോട് വെസ്നയിലും പഠിക്കുന്ന സുഹൃത്തുക്കൾക്കറിയാം. ഇവിടെ ഷിഗല്ലയും ഈക്കോളയും ക്രോമിയം ബെർലിയം വൈറേഷ്യം ഒക്കെ മനുഷ്യനെ കൊല്ലുന്ന മാരക രോഗങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ഇത് കാണുമ്പോൾ ഒരുപക്ഷെ ഇനിയും പ്ലെയിൻ ഓടാതിരിക്കാൻ സാധ്യത, ഇന്റർനെറ്റ് സംവിധാനം കട്ട് ചെയ്യാൻ സാധ്യത, അതുപോലെ തന്നെ ബാങ്കുകൾ തുറക്കാതിരിക്കാൻ സാധ്യത, മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അന്ത്യദിനങ്ങളിൽ യൂത ഇങ്ങനെ പറയുന്നു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനം ഏറ്റെടുത്ത മലബാറിലെ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി സ്വർഗത്തോട് പറയും, ആമീൻ കർത്താവായ യേശുവേ വരയണമേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പാട് 22:12 പുസ്തകത്തിന്റെ പരിസമാപ്തി വയോധികനായ യോഹന്നാൻ എഴുതുന്നു, കുഞ്ഞുങ്ങളെ ഇതാ ഞാൻ വേഗം വരുന്നു. നാഥന്റെ മൊഴിമത്ത് അനീതി ചെയ്യുന്നവൻ ഇവിടെ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, കുടിയൻ വീണ്ടും കുടിക്കട്ടെ, ദൈവസഭ മുട്ടുമടക്കി കരയട്ടെ, നീതിമാൻ പ്രാർത്ഥിക്കട്ടെ, സകലർക്കും പ്രതിഫലമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ പുതിയ നിയമത്തിന്റെ 5 വ്യാപ്തികളിലേക്ക് വരുമ്പോൾ നാം പഠിക്കുന്ന കാര്യം. ഇന്ന് രാത്രി നാം തൊട്ടുവെച്ചത് വെളിപ്പാട് പുസ്തകം. ശ്രദ്ധയോടെ AD 30 ഏപ്രിൽ മാസം കാൽവറിയിലെ ക്രൂശീകരണം. ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല, ബുദ്ധന്റെ പാപമല്ല, സകല പാപത്തിന്റെ പരിഹാരത്തിന് മാട്ടുംകുട്ടി ഇറക്കപ്പെടാം. കണ്ണൂരിന്റെ മണ്ഡലത്തിൽ പ്രിയപ്പെട്ട സഖാക്കൾ കൊടിപിടിക്കുമ്പോൾ ആദ്യം നേതാക്കളുടെ പേരല്ല പറയുന്നത്, രക്തസാക്ഷി സിന്ധാബ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. പയ്യന്നൂരായാലും അതുപോലെ ഒരുപക്ഷെ ഇരിക്കൂരായാലും BJPയുടെ സുഹൃത്തുക്കളും കോൺഗ്രസ് സഹോദരങ്ങളും പറയും, ബലിദാനികൾ അല്ലെങ്കിൽ രക്തസാക്ഷി മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. അതിനാസ്പദമായി സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തി 3 രാത്രികൾ ഞങ്ങൾ അവനെ ഇവിടെ ഉയർത്തുന്നു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനസ്സിലാകുന്നവർക്ക് അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അതിനുമപ്പുറം ഒരു വാക്കുകൂടെ നമ്മൾ മിണ്ടത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിനുവേണ്ടി കൺവെൻഷൻ കൂട്ടങ്ങൾ ഇവിടെ നടത്തുന്നത്. 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പാപത്തിന്റെ പരമയാഗത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി. കാലത്തിന്റെ യവനികയ്ക്കകത്ത് ഭരണകൂടങ്ങൾ പടപടാ മാറിക്കൊണ്ടിരിക്കുന്നു. ഹെരോദാവേദോമിന്റെ ഗവർണർ റോം പീലാത്തോസ്, അതിനുശേഷം വരുന്ന ഭരണകൂടങ്ങൾ ബൈബിളും ചരിത്രവും ഒക്കെ വിട്ട് പഠിക്കുമ്പോൾ വെസ്പേഷ്യൻ വരുന്നു, റോമാ നഗരം ചുട്ടരിച്ച നീറോ വരുന്നു, യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, റോമന്റെ ക്രൂരന്മാരായ ഭരണാധികാരികൾ ലൗദിയോസും ക്ലൗഡിയോസും. AD 90 വരുന്നത് ഡൊമേഷൻ. ഈ ഭരണാധികാരികൾ മുഴുവൻ നാഥന്റെ വചനം ഏറ്റെടുത്ത കുഞ്ഞുങ്ങളെ മുഴുവൻ കാലപുരിക്ക് അയക്കുന്ന കാഴ്ച. നമ്പർ 1 ആദ്യത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രക്തസാക്ഷി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് സ്തേഫാനോസ്. വഴിനീളം ഒരുപക്ഷെ കണ്ണൂരിലോ പയ്യന്നൂരിലോ ഇരിക്കൂരിലോ തളിപ്പറമ്പിലോ കുടിയാൻമലയിലോ കോൺട്രാക്ട് കൊടുക്കുന്ന സമയം. ആ കാലത്ത് റോമുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ബെന്യാമിൻ ഗോത്രക്കാരൻ, കേസയിൽ കാശുള്ളവൻ, കപ്പൽ മുതലാളിയുടെ മകൻ, തീസിസും ചരിത്രവും എല്ലാം കിട്ടിയവന്റെ കുറെ ഉരുളൻ കല്ലുകൾ കൊടുത്തു. പാവപ്പെട്ട ഉപദേശയുടെ തലയിൽ പടപടാ കല്ലെറിയുക. എവിടെയോ നിന്ന് പാവം പരശുരോഗവും ലഘുലേഖയും കൊടുക്കുമ്പോൾ കല്ലുകൾ പടപടാ പതിച്ചു. ഉരുളൻ കല്ലുകൾ പതിച്ച് ചേതനയറ്റ് താഴേക്ക് വിടുക. മൃതപ്രായനായി. പിന്നെ ശരീരത്തിന് ചലനമില്ല. കണ്ണൊന്ന് തുറന്നു. ഒരു ഭക്തന്റെ അവസാനം അവൻ ഉയരത്തിലേക്ക് നോക്കി. ഭക്തനായ സ്തേഫാനോസിന്റെ മുമ്പിൽ സ്വർഗം തുറക്കുന്ന കാഴ്ച. സ്വർഗം അവനോട് കൽപ്പിച്ചു, കുഞ്ഞെ, അവിടെ അടി കിട്ടിയാലും ഇടി കിട്ടിയാലും നിനക്ക് ഇവിടെ ഒരു ഭവനമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം മധ്യാകാശത്തിലുണ്ടെന്ന് അവസാന മോമെന്റിലെ സ്തേഫാനോസിനെ കാണിച്ചുകൊണ്ട് നിത്യയുടെ കവാടം തുറന്നു കൊടുത്തപ്പോൾ സ്വർഗത്തെ ഈ രാത്രി മുതൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് മകനെ, മകളെ, ഞങ്ങൾ മരണ വീട്ടിൽ ഒരു കാര്യം പറയും. എന്താ പറയുന്നത്? ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദുഷ്ടന്റെ മരണം യഹോവ വെറുക്കുന്നു. അതുകൊണ്ട് പത്രത്തിലും ചരമക്കോളത്തിലും ഞങ്ങൾ കൊടുക്കുക, പ്രൊമോട്ടഡ് ടു നരകമെന്നല്ല, പ്രൊമോട്ടഡ് ടു ഗ്ലോറി, നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെട്ടു. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്ക് രണ്ടാമതൊരു ഭാഗമുണ്ട്. വീണ്ടും അവനൊരു കൽപ്പന കിട്ടി. പള്ളിപ്രമാണിമാർക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ കൊന്നു കൊടുക്കുക. രണ്ടാമതവന് കിട്ടുന്നത് അനന്യാസ് എന്ന ഉപദേശിയുടെ ശരീരത്തിന് വില പറഞ്ഞുകൊണ്ട് അവനെ തകർക്കുവാനായി. ഇന്നത്തെ കത്തുന്ന സിറിയ, തലസ്ഥാനം ഡമാസ്കസ്, പട്ടാപ്പ
രാപ്പകൽ കീശയ്ക്കകത്ത് കാശും AK-47 സ്ഥാനാർത്ഥികളുടെയും മുതലാളിമാരുടെ നമ്പരും അതിനുശേഷം എല്ലാവരുടെ അധികാരത്തോടൊപ്പം യാത്രയാകും. ഒരു വെള്ളക്കുതിര ടക്ക് ടക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ടോർച്ച് ഇറങ്ങി വന്ന ഒരു ശബ്ദവും, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് ആരെ? കണ്ണൂരിലെ ബ്രൈറ്റ് ലൈറ്റിൽ ഇറങ്ങിയത് സ്വർഗത്തിന്റെ ടോർച്ച്. അങ്ങ് ആരാകുന്നു കർത്താവ്? ഇതാ കിടക്കുന്ന കീശയിലെ കാശും പോയി, അവന്റെ കുതിരയും പോയി, സകലതും പോയി. വചനത്തോട് മറുതലിക്കുന്ന സകലരെയും ന്യായം വിധിക്കുക. ദൈവത്തിന്റെ കയ്യിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ന്യായവിധിയുടെ കരമുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരം പട്ടണം നിന്റെ കീശെ കാശുണ്ടെങ്കിലും, ഉന്നതന്മാർ കൂടെ ഉണ്ടെങ്കിലും, കുടുംബത്തിന്റെ പാരമ്പര്യമുണ്ടെങ്കിലും, നേതാക്കൾ കയ്യിലുണ്ടെങ്കിലും, പോലീസുകാർ പോക്കറ്റിലുണ്ടെങ്കിലും, സ്വർഗത്തിന്റെ അടി കിട്ടിയാ നീ വീഴാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. മനസ്സിലാകുന്നവർക്കായി. ഇവൻ നല്ല ബുദ്ധിശാലിയായിരുന്നു. സ്വോത്രം. അവന് പിടികിട്ടി ഈ കണ്ണിനകത്ത് അവന്റെ കാഴ്ചയേറ്റുപോയി. ഒരുപക്ഷെ കോഴിക്കോട് മിംസിലോ അല്ലെങ്കിൽ വയനാട്ടിലെങ്ങാനും കൊണ്ട് അരവിന്ദിലോ അല്ലെ തിരുനെൽവേലി കൊണ്ടുപോയാലൊന്നും കാര്യം നടക്കില്ല. അവൻ എല്ലാവരോടും പറഞ്ഞ് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ. എവിടെ കൊണ്ടുപോയി? നേർവീതിയിൽ തർശോശുകാരനായ യൂദായുടെ വീട്ടിൽ ഒരു ചാപ്പലുണ്ട്. ചാപ്പലിന്റെ പുറകിനകത്ത് അവൻ ബായ്ക്കകത്ത് കിടന്ന് നിലവിളിക്കുക. 48 മണിക്കൂർ അവന്റെ കണ്ണുനീർ കണ്ടപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ എവിടെ ഇറങ്ങി? അനന്യാസിന്റെ മുമ്പിൽ ഇറങ്ങി. അനന്യാസിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ, ആ പഴയ MIT സ്കൂട്ടർ എടുത്ത് നീ പോകണം. ദാണ്ട ശൗല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനന്യാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ അവനൊരു 6 മാസം കാഴ്ചയില്ലാതിരിക്കട്ടെ. നാടൻ മലയാളം പറഞ്ഞുതരാം. നമ്മുടെ കൺവെൻഷന്റെ പോസ്റ്ററിലെല്ലാം കരിയായിൽ അടിച്ചതാ. പ്രത്യേകിച്ച് മയ്യിലും കമ്പലും വരുന്ന 2 ഫ്ലെക്സും എടുത്തുകൊണ്ട് അവ വീട്ടിൽ കൊണ്ടുപോയി അതിന്റെ പട്ടിയോലും അടിച്ച് തീയും അരിച്ചവനാ. സ്വോത്രം. ഇങ്ങനെ അനന്യാസ് പറയുന്നത്. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം അനന്യാസിനോട് കൽപ്പിച്ച് നീ അതൊന്നും കേൾക്കണ്ട, അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കോ. അനന്യാസ് പടപടാ ചാടി ഇറങ്ങി. അവന്റെ സാധാ യാത്രയല്ല, അവിടെ എത്തി. അപ്പം നോക്കിയപ്പോൾ ദാണ്ടരുത് ശൗല് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 3 ദിവസം മുമ്പ് കൊല്ലാൻ വന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നിട്ട് ശൗലിനെ നോക്കിയിട്ട് അനന്യാസ് ഒരു വിളിച്ചു, ശൗലേ സഹോദര. അവന് പകുതി കാഴ്ച കിട്ടിക്കാണ്. ഇന്ന് രാത്രി പട്ടണത്തിലുള്ളവർ ഞങ്ങളോട് ചോദിക്കും, കൊല്ലാൻ വരുന്നവനോട് എങ്ങനെ സഹോദര എന്ന് വിളിക്കാൻ പറയുന്നു? ഇതിന്റെ പേരാ ഇന്ന് രാത്രി മുതൽ ശ്രീകണ്ഠാപുരത്ത് ഞങ്ങൾ ഉയർത്തുന്നു. ആ സ്നേഹം ആ കാൽവറിയിൽ കൂടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് പകർന്നു തന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർതിരിക്കുക. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ തനിക്കെതിരെ പോരാടുന്നവനെ പോലെ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ വളർന്ന ഒരു സഹോദരനെ പോലെ കാണുവാനുള്ള കാഴ്ചപ്പാട് തരുന്ന സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് രാത്രിയും ഇവിടെ ഉയർത്തുന്നത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കാഴ്ച കിട്ടിയില്ലെങ്കിലും അവൻ ആ വിളി കേട്ടപ്പോൾ സന്തോഷമായി. ഇവിടെ കൺവെൻഷൻ അടുത്ത ദിവസങ്ങളിലും ഉണ്ടല്ലോ. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ചില വീട്ടിലും കണ്ട് അപ്പച്ചൻ സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ തലക്കട ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 2 അപ്പച്ചന്മാർ മരിച്ച കഥ പറയും. പിന്നെ അപ്പച്ചനെ പെട്ടി മേടിച്ചുകൊണ്ടാ മതി. സ്വോത്രം. അങ്ങനെ പറയരുത്. ഒരു വിടുതൽ കിട്ടിയ കഥ പറയണം. നമ്മുടെ സഹോദരിമാർ അനവധി സിസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു അമ്മാമ രോഗമായിട്ട് കിടക്കുമ്പോൾ അവിടെ ചെന്ന് ആ കണ്ണൂരിലെ 2 അമ്മാമാർ 2 ആഴ്ച മുമ്പ് മരിച്ച കഥ പറയും. പിന്നെ അമ്മാമയ്ക്ക് പെട്ടി മേടിച്ചുകൊണ്ടാ മതി. അതല്ല പറയേണ്ടത്. സ്വോത്രം. 2 കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിച്ചത് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാമ്പിനെ പോലെ നിർമ്മലതയും. നമ്മുടെ വാക്കുകളിൽ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. വലിയ വിടുതൽ കിട്ടിയില്ലെങ്കിലും അകത്തളത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്ക്. ശൗലേ സഹോദര ഒരൊറ്റ വിളിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണിനെ മൂടി അജ്ഞത മാറി. ഇവനൊരു കാര്യം ചോദിച്ചു, ഉപദേശി എന്ത് ചെയ്യണം? നീ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അത് മാത്രം മതിയോ? പോരാ. കള്ളുകുടി, കഞ്ചാവ്, പകപിണക്കം, കോപം, ദന്തോഷ, MDMA, കത്തിക്കുത്തി, ഇതിന്നെല്ലാം മാറണം. അതിന്റെ പേരാ മാനസാന്തരം. മാനസാന്തരപ്പെട്ട ശൗലേ നീ എന്ത് ചെയ്യണം? നീ അനുദപിച്ചു ദൈവസന്നിധിയിൽ കരയണം. കഴിഞ്ഞ കാലങ്ങളിൽ വചനം കേൾക്കാതിരുന്ന നിന്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഏറ്റുപറയണം. അതിന്റെ പേര് അനുതാപം. അനുദപിച്ച് നീ പിന്നെ കണ്ണൂർ ടൗണിൽ കറങ്ങിയിട്ട് കാര്യമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി വെള്ളത്തിനകത്ത് മുങ്ങി സ്ഥാനമേൽക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. സ്നാനപ്പെട്ട നീ വീണ്ടും കോഴിക്കോടും വയനാടും മുങ്ങരുത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ച നീ എന്ത് ചെയ്യണം? കാന്തന്റെ വരവ് വരെ പ്രത്യാശയുടെ പൊന്മുഖം കണ്ട് തിരുമേശയിൽ പങ്കാളിയായി ഭാഗമാക്കണം. ആ ഭാഗമാക്കാകുന്ന നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ ശക്തിയിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കണം. നിന്നെ ചേർക്കാനാ എന്റെ കാന്തൻ വരുന്നത്. കരമുയർത്തുന്നവർക്കായി. ഇന്ന് കണ്ണൂരിലെങ്ങാനും ആരെങ്കിലും ഉപദേശി പ്രാർത്ഥിച്ച് കണ്ണെങ്ങാനും തുറന്നാൽ കൺവെൻഷൻ മാറി, പിന്നെ പേര് മാറി. യേശു അത്ഭുതം ചെയ്യുന്നു. സ്വോത്രം. ആ ഗണത്തിലേക്ക് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയും ശുശ്രൂഷകന്മാരും കർത്താവിന്റെ വേലക്കാരും പോകുന്നത് അത്ഭുതം നല്ലതാ, അതിശയം നല്ലതാ, വിടുതൽ നല്ലതാ. പക്ഷേ നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ അക്കരെ നാട്ടിൽ നമ്മൾ എത്തണം. സ്വോത്രം. അതിനുവേണ്ടിയ സ്വർഗം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. പൗലോസ് എങ്ങനെ മരിക്കുന്നു പലർക്കും അറിയത്തില്ല. ഇന്ന് അനുഗ്രഹം, ആശീർവാദം, ബ്ലസ്സിംഗ്. ഓസ്ട്രേലിയയിൽ ഒരു കാരാഗ്രഹത്തിനകത്ത് ഗ്രില്ലിനകത്ത് കിടക്കാം. ചരിത്രത്തിന്റെ തങ്കത്താളുകൾ. വൈകിട്ട് 5:30 ഒരു ശനിയാഴ്ച പടയാളി വന്നു. കത്തെഴുതി കൊടുക്കുന്നു, താങ്കളെ രാവിലെ പ്രഭാതത്തിൽ കൊണ്ടുവരും. ചില രാജ്യങ്ങളിൽ മനുഷ്യനെ പച്ചയ്ക്ക് തലയിറക്കുന്നത് പോലെ നാളെ പ്രഭാതത്തിൽ താങ്കളെ കൊണ്ടുവന്ന് ഓസ്ട്രേലിയയുടെ ചന്തയ്ക്കകത്ത് തലയിറക്കുമെന്നൊരു കൽപ്പനയാണ് കൊടുക്കുന്നത്. പൗലോസിന്റെ ഉള്ളിൽ ഒരു വേദന. എന്താ വേദന
എന്നറിയാമോ? മരണത്തിന്റെ വേദനയല്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരുവന്റെ പേരാ തിമത്തിയോസ്. അവൻ കൂടല്ലൂരോ ബോസ്പാറയും കണ്ട് ട്രാക്ട് കൊടുക്കാൻ പോയിരിക്കുക. സ്വോത്രം. അത് കഴിഞ്ഞ് ഒനോമിയസ് എന്ന് പറയുന്നവൻ കുറെ ലഘുലേഖയായിട്ട് മാനന്തവാടിയിലും കണ്ട് പോയിട്ടുണ്ട്. ഇവൻ മടങ്ങിവന്ന് കാരാഗ്രഹത്തിനകത്ത് നോക്കുമ്പോൾ എന്നെ കാണത്തില്ല. കുഞ്ഞുങ്ങൾ വാതിക്കൽ നിന്ന് കരയുവാൻ സാധ്യത. ഈ പടയാളികൾ പറയത്തുമില്ല. ഇന്നത്തെ പോലെ ചിക്കനും ചപ്പാത്തിയല്ല. ജയിലിനകത്ത് ചിരട്ടയ്ക്കകത്ത് വെള്ളം. ആരോ ഉപേക്ഷിച്ചു പോയി ഒരു കരിക്കട്ട എടുത്ത് ജയിലിന്റെ ഭിത്തിയിൽ തന്റെ പ്രിയ മക്കൾ വരുമ്പോൾ കാണുവാനൊരു വാക്യം എഴുതി, സഹോദരങ്ങളെ, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടിലെ ഭാരമില്ല മക്കളെ, നാം ഏവർക്കും നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പിറ്റേന്ന് പ്രഭാതത്തിൽ സംഭവിച്ച ദോശയുടെ ചന്തയ്ക്കകത്ത് ഇവിടെ ശ്രീകണ്ഠാപുരത്ത് തടി മറക്കുന്നത് പോലെ വാളുകൊണ്ടവന്റെ തല പടപട കണ്ണമായി അറുത്തു. തല വെട്ടി മാറ്റുമ്പോൾ എഴുതിയിരിക്കുന്നവന്റെ നാവ് ചലിച്ചു. എനിക്കിവിടെ ഇറക്കപ്പെട്ടാലും പ്രത്യാശയുടെ തുറമുഖത്ത് പുതിയ ജീവനുണ്ടെന്ന് അവന്റെ നാവ് ചലിച്ചു. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, 2-3 പ്രിയപ്പെട്ടവർ യാക്കോബിന്റെ തല വെട്ടി മാറ്റി പത്രോസ്ലീഹയെ നേരെ ക്രൂശിക്കുവാൻ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അയ്യോ, നാഥന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ തലകീഴായി ക്രൂശിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ മണ്ണിലേക്ക് സുവിശേഷത്തിന്റെ ദുനിയുമായി എത്ത തോമാസ് അപ്പോസ്തലൻ AD 72 ഇവിടെ വധിക്കപ്പെടുന്ന ഒരു കാഴ്ച. ആ കാലഘട്ടം കഴിയുന്ന കാലഘട്ടത്തിൽ AD 64 ആയപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുള്ളിക്കാരൻ മതിലിയാടിപ്പോയി. അദ്ദേഹത്തിന്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. പോയത് എവിടെ? തുർക്കിയിലെ ഏഷ്യ മൈനറിൽ. അവിടെ ചെന്ന് ആസിയയിലെ 7 സഭകൾ, എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുദയൂര, പെർഗമോസ്, സർദീസ്, ഫിലാഡൽഫിയ, 7 സഭകൾ അദ്ദേഹം പണിഞ്ഞു. ഭരണകൂടങ്ങൾ മാറി. ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ AD 90 ബൈബിളും ചരിത്രവും. ഡൊമീഷ്യൻ ചോദിച്ചു, യേശു രക്ഷകനെന്ന് റോം പറയത്തില്ല. ഡൊമീഷ്യൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ തച്ചന്റെ മകന്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആശാരിയുടെ മകന്റെ. അവർ പറഞ്ഞു, എൻ്റെ പൊന്നെ സാറേ, ഒരുപാട് പേരുണ്ടായിരുന്നു, അവരെല്ലാം ഞങ്ങൾ ഏകദേശം ഒരു വഴിക്കാക്കി. ഇപ്പോൾ ഒരു വല്യപ്പച്ചൻ കിടപ്പുണ്ട്. എവിടെ കിടക്കുന്നതോ? പാശ്ചാത്യ റോമിയോടുള്ള ബന്ധത്തിൽ എഫെസോസിന് സഭയ്ക്കത്തുണ്ട്. എന്തോ പ്രായം കാണും, ഒരു 90 കഴിഞ്ഞ് കാണും. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈവറയ്ക്കുന്ന മനുഷ്യന്. അദ്ദേഹം പറഞ്ഞു, നോ ബെയിൽ നോ ജയിൽ. ജയിലും വേണ്ട, ബെയിലും വേണ്ട, ഡയറക്റ്റ് സെന്റൻസ്. താടിയോലകളിൽ തെരുത്താണി കൊണ്ട് കൽപ്പന എഴുതി കൊടുത്തു. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാൻ കൽപ്പന. സായം സന്ധ്യയിൽ ഉറങ്ങാൻ കിടന്ന ഭക്തൻ രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ 6 കുതിരകൾ, 12 പടയാളികൾ, ബൈബിളിന്റെ പുറത്തെ ചരിത്രം. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ചു. അപ്പച്ചനോട് പറഞ്ഞു, ഇന്ന് അവസാനിക്കാൻ പോവാ. ചർച്ചിൽ ആരുമില്ല, കമ്മിറ്റിക്കാരില്ല, പ്രതിപുരുഷനില്ല, സെക്രട്ടറി ഇല്ല. ആ സമയത്ത് യോഹന്നാനെ കൊണ്ടുപോയി ഒരു കാരാഗ്രഹത്തിനകത്ത് 6 മണിയോടുകൂടെ അവിടെ എത്തിച്ചു. 6 മണിയായപ്പോൾ കൈകാലുകൾ ബന്ധിച്ചു. പരിയാരം ക്യാൻസർ സെന്ററിനകത്ത് റേഡിയോ തെറപ്പിക്ക് മുമ്പ് മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്യുവാനുള്ള വഴികളെല്ലാം ഒരുക്കി കഴിഞ്ഞു. 6:30 മുഖാബദനം ധരിപ്പിച്ചു. 7 മണിക്ക് സൈറൺ മുഴങ്ങി. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നിഴലായി. നിങ്ങളോടൊരുമിച്ച് പീലാത്തോസിന്റെ 3 ആണികൾ, പെരിട്ടോണിയസിന്റെ ചാട്ടവാറ യേശുവിനെ തകർത്തത്. വാളക്ക ചൂണ്ടയും ഈയക്കട്ടയും 186 മുള്ളുള്ള ഒരു കിരീടം, 39 അടികൾ. ആ പെരിട്ടോണിയസിന്റെ കസിൻ ഒരുവനായി ഇതിനകത്ത് നിൽക്കുന്ന മനുഷ്യന്റെ ശരീരം കീറുക. 7 മണിക്ക് സൈറൺ മുഴങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവൻ ഇറങ്ങി വന്നു. അന്നനാളം മുതൽ ഇതുവരെ കീറുവാൻ തുടങ്ങി. ശരീരം ഒട്ടിപ്പിടിക്കുന്നു, രക്തം കിരിയുന്നില്ല. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കി ഈ മനുഷ്യൻ പറഞ്ഞു, ഇദ്ദേഹത്തെ കൊല്ലാൻ കഴിയത്തില്ല, കെട്ടഴിച്ചു വിട്ടേക്കാം. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക, സാഹചര്യം പ്രതികൂലമാ, കാരാഗ്രഹത്തിനകത്ത് ആരുമില്ല, അവന്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു, എന്നിട്ടും ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല. മാതാവേ, പിതാവേ, എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയില്ല. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് ഇറവ്, നൽസെയ്തി കൂട്ടങ്ങളുടെ ആദ്യ രാത്രി. ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അമ്മാമേ, ആസ്റ്റർ മെഡിസിറ്റി വെന്റിലേറ്ററിൽ കടന്നാലും പൊന്നുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തന. ഇന്ന് രാത്രി പരിയാരം മെഡിക്കൽ കോളേജ് പറയും നിന്റെ ശവപ്പെട്ടി ഉറപ്പാ. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, സാധാരണ ദൈവത്തെയല്ല ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ സാധാരണ ദൈവത്തെയല്ല ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്ത് നീ ഉയർത്തുന്നത്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ഇന്ന് രാത്രി സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാം
അറിയാതെ 2025 14ാമത് കൺവെൻഷൻ പറയണ എന്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് രാത്രി. ഹല്ലേലൂയ. കോഴിക്കോട് ക്യാൻസർ സെന്ററുകാർ MVR പറയൂ, മമ്മിയുടെ ഡെഡ് ബോഡി ഇനി കിട്ടുമെന്ന് കുഞ്ഞുങ്ങളോട് രഹസ്യമായിട്ട് പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണ ക്യാൻസർ അല്ല വലുത്, എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അച്ചായ ഇന്ന് രാത്രി കണ്ണൂർ മെഡിക്കൽ കോളേജ് പറഞ്ഞു കാണും, ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് അവസാന സ്റ്റേജിൽ, ഒരു സ്റ്റഡ് ഇടാൻ പറ്റത്തില്ല, ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഡോക്ടർ അല്ല വലുത്. 2025 കൺവെൻഷൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവന്. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്നെ പറ്റി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീരിന്റെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നവർ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കൺവെൻഷൻ ഡേ, ഫാസ്റ്റ് ഡേ. ഇന്ന് രാത്രി കരമുയർത്തി പറ, സഹോദര പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറ്. സിസ്റ്റർ ഇന്ന് രാത്രി വിളിച്ചു പറ, കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങി പോകും. എന്നാൽ ഇന്ന് രാത്രി പയ്യന്നൂരും ഇരിക്കൂർ ശ്രീകണ്ഠാപുരത്ത് എന്നെ വിളിച്ചവന്റെ ദൈവം ഇന്ന് രാത്രി എന്നെ വിട്ടുപോകയില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. സാധാരണ പുസ്തകമല്ല നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. ബാലരമയോ കുട്ടുസനോ ഡിങ്കനോ മായാവിയോ ഒന്നുമല്ല നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ ബൈബിള്, ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, 8000 പ്രോമിസുകളുള്ള വചനം. ഒരു പ്രോമിസ് തൊട്ട് വെളിപ്പാടിലേക്ക് രാത്രി കടക്കുക. എന്താ പ്രോമിസ്? കഴുതി അന്വേഷിച്ച് പോയ ഒരുവനുണ്ടായിരുന്നു, അവന്റെ പേര് ശൗൽ. അവനെ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവാക്കി. അഭിഷിക്തനായ ദാവീദിന്റെ കുന്തമറിയുന്ന അവന്റെ പദ്ധതിയാൽ. അവന്റെ ഒരു മോനുണ്ടായിരുന്നു, പാരമ്പര്യത്തിൽ കരം പിടിച്ച് നടന്ന യോനാഥാൻ. രണ്ടുപേരും കൂടെ എവിടെ എത്തി? സ്വോത്രം. ഗിൽബോറ പർവ്വതനിര. അഭിഷിക്തനെതിരെ കുന്ത പറഞ്ഞവന്റെ കുന്ത അവന്റെ നെഞ്ചിനകത്ത് കയറി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് യോനാഥാൻ അപ്പന്റെ പാരമ്പര്യത്തിനകത്ത് കുടപിടിച്ച് നടന്നവൻ എവിടെ വെച്ചു? മലമുകളിൽ ഗിൽബോറായിൽ വെച്ച് തകർക്കപ്പെട്ടു. ഇന്ന് രാത്രി ബൈബിളിൽ ഒരു ഭാഗമുണ്ട്, തൊടുന്നില്ല വീരന്മാർ പട്ടുപോയതെങ്ങനെ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടുപോകുന്ന സകലരെയും ദൈവം ന്യായം വധിക്കും. അതിനുശേഷം സ്വർഗത്തിന്റെ കരൻ ശമൂവേലിനോട് സംസാരിച്ചു. ശമൂവേല്, ഇശ്യായുടെ കുറ്റിയിൽ നിന്ന് നമുക്കൊരു രാജാവുണ്ട്, അപ്പൊ ഇശ്യായുടെ വീട്ടിലേക്ക് പോകണം, അവിടുന്ന് ഒരു രാജാവിനെ അഭിഷേകണം ചെയ്യണം. ഇശ്യായി രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഫോൺ വന്ന്, വാട്സപ്പ് കോൾ. ആര്യ? ശമൂവേലിന്റെ വാട്സപ്പ് കോളാണ് വന്നത്. ശമൂവേൽ പറഞ്ഞു, അച്ചായ ഞാനൊരു 10:30 വരും, കുഞ്ഞുങ്ങളെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കണം, ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റും അവരുടെ ഗ്രാജുവേഷനും എല്ലാം കൂടെ റെഡിയാക്കണത്. ഇശ്യായിക്ക് ഭയങ്കര സന്തോഷമായി, വീട്ടിൽ നിന്ന് ഒരു രാജാവ് വരാൻ പോകുമല്ലോ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നേരെ എവിടെ ചെന്നു? പടപട നമ്മുടെ ശമൂവേൽ യാത്ര. ഇശ്യായിയുടെ വീട്ടിൽ ചെന്നപ്പം ജോസഫ് നമ്മുടെ സന്തോഷ് ഭാഷ എന്നപോലെ കട്ടൻ ചായയൊക്കെ മേടിച്ചു തന്നു. ഇശ്യായുടെ വീട്ടിൽ ചെന്ന് ഒരു സങ്കീർത്തനമൊക്കെ ശമൂവേൽ അങ്ങോട്ട് പാടിയെന്ന് നമുക്ക് ചിന്തിക്കാം. നല്ലൊരു പാട്ടും പാടി, ദാനിയേൽ പാസ് പാടുന്ന പോലെ നാനും എൻ വീടും എൻ വീട്ടാരനൈവരും നല്ലൊരു പാട്ട് എബനേസറേയും പാടി. കുഞ്ഞുങ്ങളെല്ലാം ഇരുത്തിയ 7 പിള്ളേർ. മനസ്സിലാകുന്നവർക്കായി നാടൻ ഭാഷയിൽ നല്ല കില്ലറിന്റെ പാൻറ്റും വാൻ ഹുസൈൻ്റെ ഷർട്ടും ബൈബിൾ കോളേജിന്റെ ബിരുദവും. ഓരോരുത്തൻ്റെ തലേ കൈവെക്കാനായിട്ട് ആരാ? നമ്മുടെ ശമൂവേൽ അങ്ങോട്ട് കൈവെക്കാൻ തുടങ്ങി. നമ്പർ 1 പരിശുദ്ധാത്മാവ് പറഞ്ഞ് എവനെ കണ്ടിട്ടില്ല. നമ്പർ 2 എവനെ കണ്ടിട്ടില്ല. നമ്പർ 3 നമ്മുടെ ഇടുക്കി മണിയാശാൻ പറഞ്ഞോളൂ 1 2 3 4 5 6 7 എവനെ ഒന്നും കണ്ടിട്ടില്ല. സ്വോത്രം. കണ്ണൂരിലെ ദൈവദാസന്മാരെ അങ്ങ് നിർത്തിയേക്കാം. എന്നെ പോലുള്ളവരായിരുന്നേ കവർ കിട്ടിയിരുന്ന എല്ലാത്തിനും ഓർഡിനേഷൻ കൊടുത്ത് തൈലോ ഇട്ടാണ്. സ്വോത്രം. അങ്ങനെ പ്രമോഷൻ കൊടുക്കുന്നവനല്ല ശമൂവേൽ. അവൻ ആരാ? പണ്ടൊരു അമ്മാമയുണ്ടായിരുന്നു, അമ്മാമ്മയുടെ പേരാ. അമ്മാമ്മയാണ് നല്ല കന്നയമ്മാമ. ദൈവാലയത്തിൽ പോയി അമ്മാമ പള്ളി വരാനും ഒരു കാര്യമുണ്ട്, കുത്താൻ പെനീനുണ്ട്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ചില ആന്റിമാർ വീട്ടിൽ നിന്ന് ഇറങ്ങണേ കുത്താൻ പോസ്റ്റ് ഇടാൻ ആൾ വേണം. മനസ്സിലാകുന്നവർക്ക് അന്ന ദൈവാലയത്തിൽ വന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വീട്ടിലെ കരച്ചിൽ നല്ലതാ, കിടക്കപ്പായിലെ കരച്ചിൽ നല്ലതാ, പക്ഷേ ദൈവാലയത്തിലെ കണ്ണുനീർ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിങ്ങളുടെ സഭാ യോഗങ്ങളെ 2025 ബഹിഷ്കരിക്കരുത് മക്കളെ. ആലയത്തിനകത്ത് കണ്ണുനീരിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. ഒരു കൂടി പടി കൂടി കടന്നാൽ കാരാഗ്രഹത്തിനകത്ത് 4 കതകുകൾ പൊളിച്ചുകൊണ്ട് പത്രോസിനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ 2025 കാസർഗോഡ് സെന്ററിനോട് പ്രാർത്ഥിക്കാൻ കഴിവുണ്ടെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശാഖതന. ഇന്ന് രാത്രി ആരൊക്കെ ബന്ധിച്ചവനെ, ചങ്ങലകൾക്കകത്ത് കിടക്കുന്നവനെ കൊണ്ടുവരുക. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥിക്കുന്ന വീരന്മാർ മലബാറിൽ എഴുന്നേൽക്കട്ടെ, മുട്ടുമടക്കുന്ന അപ്പച്ചന്മാർ എഴുന്നേൽക്കട്ടെ, രാത്രിയുടെ രാമങ്ങൾ നിലവിളിക്കുന്ന അമ്മച്ചമാർ നമ്മുടെ സെന്ററുകളിൽ എഴുന്നേൽക്കട്ടെ. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നെ ദൈവാലയത്തിനകത്ത് നിലവിളിച്ചു
പ്രവർത്തിച്ചു. ദൈവ സാന്നിധ്യം അവളുടെ അകത്തിറങ്ങി. അവളോട് സ്വർഗം പറഞ്ഞു ഒരു തലമുറ ലഭിക്ക്. ഉടനെ പറഞ്ഞത് UK കാനഡയിലോ വിടാമെന്നല്ലോ. സ്വോത്രം പറഞ്ഞൊരു കാര്യമുണ്ട്, തമ്പുരാനെ കിട്ടിക്കഴിഞ്ഞ ദൈവാലയത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിർത്തിക്കോളാം. സ്വോത്രം മനസ്സിലാകുന്നവർക്ക് അങ്ങനെ കിട്ടിയ ഒരു പൈതല ശമുവേ. അവൻ കൈക്കൂലിയിലും വീഴത്തില്ല, അഴിമതിയിലും വീഴത്തില്ല, കള്ള ഓർഡിനേഷന് കൊടുക്കത്തില്ല. ഇനി കാസർഗോഡ് വന്നാലും ഇല്ലെങ്കിൽ സ്വോത്രം അവൻ ഒരു തിരിമറിക്ക് നിൽക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി. പക്ഷെ ഏലിയുടെ 2 പിള്ളേരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ മക്കളായി. അവന്മാർ ആ കോപ്പിനിയും പിനകാശും അൽപകം കുഴിമന്തി മൊബൈൽ ഞെക്ക് ദൈവസഭയെ തമ്പേറും അടിക്കത്തില്ല. നീചന്മാർ. സ്വോത്രം അവനെ എല്ലാം ദൈവം ന്യായം വിധിച്ചു. ദൈവസഭയുടെ സ്വോത്ര കാഴ്ച എടുത്ത് കള്ളു കുടിക്കുന്ന കഞ്ചാവടിക്കുന്ന പാസ്റ്റർമാരുടെ മക്കളായാലും എല്ലാത്തിനെയും ഒതുക്കുക. കർത്താവിന്റെ കയ്യിൽ വടിയുണ്ട്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സഭയിലുമില്ല, പാർസനേജിലുമില്ല. അവൻ വളപട്ടണത്ത് പറശ്ശിനിക്കടവിൽ ബിയർ അടിക്കാൻ പോയിരിക്കുക. സ്വോത്രം അവനെ എല്ലാം ദൈവം പിടിക്കും. സ്വോത്രം ഇന്ന് രാത്രി ആ സമയത്ത് ശമൂവേൽ ദാണ്ട് ഏലി പുരോഹിതന്റെ കൂടൊപ്പം നിന്ന് സങ്കീർത്തനം വായിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, വിടുമോ അവന്. സ്വോത്രം രാത്രിയിൽ ഒരു ദിവസം കിടക്കാൻ തോന്നി. ഒരു 8 മണിയായപ്പോൾ ഒരു ശബ്ദം കേട്ടു. ശമൂവേൽ വിചാരിച്ച് ഏലി പുരോഹിതൻ എങ്ങാണ്ട് രാത്രി കട്ടൻ ചായ ഇടാൻ എങ്ങാണ്ട് വിളിച്ചത്. പുരോഹിതൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, പുരോഹിത എന്നെ എന്തിനാ വിളിച്ചത് കട്ടൻ ചായ ഇടണം? അപ്പം പറഞ്ഞ് നിന്നെ ഞാൻ വിളിച്ചില്ല, ഞാനാന്ന് ഇപ്പോൾ ഷുഗറിനുള്ള മരുന്നും കഴിച്ചിട്ട് കിടങ്ങുക, പോക്കോളാം പറഞ്ഞു. സ്വോത്രം 2:09 ആയപ്പോൾ അടുത്ത വിളി വന്നു. സ്വർഗത്തിൻ്റെ വിളിയായിരുന്നു. ശമൂവേൽ വിചാരിച്ച് ഏലി പുരോഹിതനാണ്. അവിടെ ചെന്ന് ചോദിച്ചു, അപ്പച്ച ഇൻസുലിൻ എടുക്കാനാണെന്നോ വിളിച്ചു. അപ്പച്ചൻ പറഞ്ഞു, മിണ്ടരുത്, ഞാൻ കിടന്ന് ഉറങ്ങുക. ഇനി വിളിച്ചത് സ്വർഗത്തിലെ ദൈവമായിരിക്കുന്ന ഞങ്ങൾ ഏറ്റോണം. രാത്രി 1:30 നാടൻ മലയാളത്തിൽ പറഞ്ഞ ഒരു വിളി വന്നു. ശമൂവേൽ ആ വിളി കേട്ടപ്പോൾ ഒരു കാര്യം ചെയ്തു, മുട്ടുമടക്കി വചനം വായിച്ചപ്പോൾ ആഴമേറിയ ഭാഗങ്ങൾ ഞാൻ കരഞ്ഞൊരു ഭാഗമുണ്ട്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അടിയൻ ഇതാ അരുളപ്പാട് തന്നാലും. മനസ്സിലാകുന്നവർക്കായി അവന്റെ വചനത്തിന്റെ താഴ്മയുടെ നടുവിലിരിക്കുന്നവനെ പ്രവാചകനാക്കി ഉയർത്തുക കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. അവൻ കൈക്കൂലിക്കകത്തും അഴിമതിക്കകത്തും വീഴത്തില്ല. ദിശയോട് ചോദിച്ചാൽ നിനക്ക് വേറെ പല പിള്ളേർക്കതാ. അപ്പം പറഞ്ഞ് നമുക്ക് കുടിയാൻ മലയിൽ കുറച്ച് പന്നികൾ ആട്ടും കൂട്ടമുണ്ട്, അവിടെ ഒരുവൻ പോയിട്ടുണ്ട്. അവൻ എത്രാമത്തെ പൈതല? 8ാമത്തെ പൈതല. തലശ്ശേരി ബ്രണ്ണൻസ് കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മൈൽസ് ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വർഗം അവനോട് പറഞ്ഞു, സഭകളോട് പറഞ്ഞു, അവന്റെ പൊക്കം നോക്കരുത്, ഡിഗ്രി നോക്കരുത്, ഡോക്ടറേറ്റ് നോക്കരുത്. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പഴയ നിയമത്തിന്റെ പ്രത്യേകത 7 കഴിഞ്ഞ് വരുന്നത് അൺവാണ്ടഡ് ഇസ്രായേൽ. പുതിയ നിയമത്തിൽ 7ന്റെ പുസ്തകങ്ങൾ വെളിപ്പാട്, അതുപോലെ അൺവാണ്ടഡ് ചൈൽഡ്. സ്വർഗം പറഞ്ഞ കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ബാക്കിയുള്ളവനെല്ലാം മണക്കാലയുടെ, തിരുവല്ലയുടെ, കുമ്പനാട്, ഹെബ്രോന്റെ, ഗ്രേസിന്റെ എല്ലാം ബിരുദമുണ്ട്. പക്ഷേ ദാവീദിന്റെ 2 കാര്യം ഉണ്ടായിരുന്നു അമ്മാവ്. ഒന്ന്, അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി കരമടിച്ച് ആരാധിക്കുന്നവൻ അധിക ദിവസം കാട്ടിനകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി 2ാമത്തെ ദാവീദിന്റെ പിൻപിലെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പന്റെ ആടുകളെ പിടിക്കുവാൻ വന്ന് വന്യമൃഗത്തെ തകർക്കുവാൻ അവന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ചേട്ടന്മാര് തള്ളു, നാട്ടുകാര് തള്ളു, നിന്റെ PhDയും ഡോക്ടറേറ്റും കാണത്തില്ല, എന്നാൽ കരമടിച്ച് ആരാധിക്കുന്നവന്റെ പട്ടണങ്ങൾ, രാജ്യങ്ങൾ കടത്തുക. ഇന്ന് രാത്രി ദാവീദിന്റെ കണ്ണുനീരിന്റെ അകത്തൊരു കരമിറങ്ങി വന്നത്. ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഇന്ന് രാത്രി പറയണം, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, വാഗ്ദത്തമുള്ളവൻ കാട്ടിനകത്ത് കടന്നാലും, കൊട്ടാരത്തിനകത്ത് ഇടയച്ചെറുക്കനെ കൊണ്ടെത്തിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കുക. സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surround in this evening. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില തലമുറകൾക്ക് നേരെ പിശാച് എഴുതി വെച്ച രേഖകൾ മാറ്റുക. കരമടിച്ച് ആരാധിക്കുന്നവരുടെ കണ്ണുനീരകത്ത് ഇറങ്ങി വരുന്ന ദൈവകരം 2025 വാർഷിക കൺവെൻഷനകത്ത് ഇതിനകത്ത് ചലിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിന്റെ ഭാവിയെ തടഞ്ഞ്, നിന്റെ കുഞ്ഞുങ്ങളുടെ എമിഗ്രേഷനെ തടഞ്ഞ്, നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരത്തില്ലെന്നത് പിശാച്, മന്ത്രവാദി, തന്ത്രവാദി നിനക്കെതിരെ രേഖ എഴുതിയാൽ ഇന്ന് രാത്രി ആരാധിക്കുന്നവരെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ദാവീദിന്റെ കണ്ണുനീരിന്റെ അകത്തൊരു കരം ഇറങ്ങിയെങ്കിൽ സഹോദരി, ആ കരം തളർന്ന കരമല്ല. ചെറുപ്പക്കാരൻ ഇന്ന് രാത്രി വിളിച്ചു പറ, കരം തളർന്ന കരമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരം നടുങ്ങട്ടെ. ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ, ആരൊക്കെ നിനക്കെതിരെ വേല് കെട്ടിയാൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തെ തകർത്ത് ഉയർത്തേണ്ട യേശുവിന്റെ നാമം ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ഗ്രൗണ്ടിനകത്ത് പറയണം, ആരൊക്കെ വേല് കെട്ടിയാൽ 2025 വാഗ്ദത്തം ഏറ്റെടുക്കണം. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. ഇന്ന് രാത്രി എന്റെ ദൈവത്താൽ ഞാൻ പടകൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പറയണം, പിശാച് നഴുങ്ങട്ടെ, ശ്രീകണ്ഠാപട്ടണം വിറക്കട്ടെ. ഇന്ന് രാത്രി പറ, ശത്രു എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല.
വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി തലശ്ശേരി കോളേജിന്റെ ബിരുദം നിനക്ക് കാണത്തില്ല. ഇന്ന് രാത്രി മയില് ഹയർ സെക്കൻഡറി കാണത്തില്ല. കീശയിൽ ATM കാർഡ് കാണത്തില്ല. വഴിയാധാരമായ പാൻ കാർഡ് കാണത്തില്ല. ആധാരം കാണത്തില്ല. എന്നാൽ കരമടിച്ച് ആരാധിക്കുന്നവൻ അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. കരമുയർത്തുന്നവർക്ക് അമ്മമ്മ നാട്ടുകാർ തള്ളു, സെൻട്രൽ പാസ് കൈവിട്, ലോക്കൽ കൈവിട്. ഒരുപക്ഷെ കൂടിയിരിക്കുന്ന പ്രതിയോഗികൾ നിനക്കെതിരായിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറ, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആരിന്ന് രാത്രി ദൂതറ്റെടുക്കും പുറത്തു പോകുമ്പോൾ പറയണം, ഒരു വൃക്ഷമായാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. കരമുയർത്തുന്നവർക്ക് ആരൊക്കെ നിന്റെ കുടുംബത്തെ വെട്ടിയാലും കുഞ്ഞുങ്ങളെ വെട്ടിയാലും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തരുക. വേര് വരത്തിലെന്ന് ദൂട്ട പിശാച് പറയും. കുറ്റികൾ കെട്ടുപോയെന്ന് മന്ത്രവാദി പറയും. നിന്റെ വീട്ടിനകത്ത് കരിയില മൂടി പിശാച് വെച്ചിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ മലബാറിൽ വെട്ടിയാലും നിന്റെ കുറ്റി കെട്ടുപോയാലും വേർ നിലത്ത് പെടുകയാലും ആരാധനയുടെ നടുവിൽ മുളകളെ പൊട്ടിച്ചു കൊണ്ടുവരുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ 2025 ഏപ്രിൽ മാസം ഒരു വിടുതലിന്റെ കാറ്റ് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിനകത്ത് മറുപടി തരുക. നാളുകളായി നിന്റെ നന്മയ്ക്കെതിരെ ദൂട്ടപ്പിശാച് വെച്ച വേലിത്തോട്ടങ്ങളെ തകർത്തുകൊണ്ട് ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് മുളകളെ പൊട്ടിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി മന്ത്ര തന്ത്രവാദ ശക്തികൾ തകർന്ന് അഭിഷേകത്തിന്റെ കൃപ ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി. അതുകൊണ്ട് ദാവീദ് ഒരു കാര്യം പാടി, തൻ്റെ അപ്പനും അമ്മയൊക്കെ ഉപേക്ഷിച്ചത് നാട്ടുകാർ കൈവിട്ടതാ. അതുകൊണ്ട് 2025 14ാമത് സെൻട്രൽ കൺവെൻഷനിൽ പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതുകൊണ്ട് ഇന്ന് രാത്രി മലബാറിൽ പറയണം, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്ക് പൊട്ടട്ടെ. പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ സ്വർഗം എന്നെ നടത്തും. അമ്മാമ്മ സ്വോത്രം. അച്ചായ കിണറ്റിനകത്ത് വെള്ളം കിട്ടിയില്ലേ, സ്വസ്ഥതയുള്ള വെള്ളം നിന്റെ പുരയ്ക്കകത്ത് തരാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. കൂടംകുളം ആണവനിലയം തകരട്ടെ. ഇടുക്കി മൂലമറ്റത്ത് പമ്പിഞ്ഞ് നിൽക്കട്ടെ. കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാലും അവന്റെ കരം എന്നെ പിടിച്ച് നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതുകൊണ്ട് ആരൊക്കെ മാറിയാലും ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറയണം, അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ വടിയും കോലും ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആരൊക്കെ കൈവിട്ടാലും പ്രോമിസുകൾ മാറുന്നില്ല. അവസാന ഭാഗത്തിലേക്ക് വേഗത്തിൽ വയോധികനായ യോഹന്നാനെ നാട് കടത്തുന്നു. നാളെയും പത്മോസിന്റെ ഏകാന്തതയിൽ സ്വർഗം തുറക്കുന്നു. കണ്ട ദിവ്യദർശനം ആ വെളിപ്പാട്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പെൺകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈ സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. മുട്ടുമടക്കി സ്വർഗം തുറക്കുന്നു. ആദ്യനന്ത്യൻ ആൽഫ ഒമേഗ. മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശം. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവർ എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്കാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ യുഗാന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യം 22 അധ്യായം. നാളെയും ഇത് തന്നെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ടൈം ഈസ് കം നൗ. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2:3 ആസിയിലെ 7 സഭ. 4 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാണ്ട് മുദ്രകൾ പൊട്ടിക്കുന്ന. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരാൻ പോകുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ. അതിനാസ്പദമായ അമേരിക്കയിലെ ട്രംപും ഇലോൺ മസ്കും. അതിനെ ബേസ് ചെയ്ത് ഈ രാത്രി മുതൽ നാം ചിന്തിക്കാം. ഇനി ബൈബിളിലേക്ക് വളരെ താഴ്മയോടെ സ്റ്റഡി ക്ലാസ്സിനകത്ത് തലശ്ശേരി കോളേജിൽ ഇരിക്കുന്നുള്ള വളരെ സാവധാനത്തോട്. വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. 10 ഡിസ്പെൻസേഷൻസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം. 2 നിൽക്കൽമഷ യുഗം. 3 മനസാക്ഷി യുഗം. 4 ന്യായപ്രമാണ യുഗം. 5 സങ്കലന യുഗം. 6 നാം ഇന്നായിരിക്കുന്നത് കൃപായുഗത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദാനിയൽ പാസ്റ്ററും ജോസ് പാസ്റ്ററും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയ സന്തോഷ് പാസ്റ്ററൊക്കെ വഴിയൊക്കെ ഇരുന്ന് പറയും, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, രക്ഷയുടെ ബോട്ടിന്റെ വാതിലടയാറായി, നീ കടക്കുക. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. നാളെ ഈവനിങ് നമ്മൾ ഇലാബറേറ്റായി ചിന്തിക്കും. ഒന്നാമത്തെ സംഭവം, ദൈവസഭ എടുക്കപ്പെടും. IPC ആണോ, ഷാരോനാണോ, ചർച്ചകോടാണോ, ന്യൂ ഇന്ത്യ ആണോ, ദേ ആർ ഡിനോമിനേഷൻ. വചനപ്രകാരം നിൽക്കുന്ന ഡിനോമിനേഷൻ. ദൈവസഭയുടെ പൂർണ്ണമായ വ്യാപ്തി എന്താണെന്നറിയോ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. കരമുയർത്തുന്നവർക്ക് അവരെ ചേർക്കാൻ കാന്തൻ വരും. തിക്ലിംഗ് ഓഫ് ഐസ്, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ വി ആർ ട്രാൻസ്ഫോമിംഗ് ടു ഹെവൻ. നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അത് കഴിഞ്ഞാൽ
വരാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധം. എനിക്കൊരു 4 ദിവസം ഗ്രൗണ്ട് കിട്ടിയെങ്കിൽ അതിലേക്ക് ഞാൻ പോരാ, സമയമില്ലാത്തത് കൊണ്ട് 2 ദിവസം. ഇന്ന് രാത്രി എന്താ മൂന്നാം ലോകമഹായുദ്ധം? ഇന്ന് നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ 14ാമത് വാർഷിക കൺവെൻഷൻ 2025 ഏപ്രിൽ മാസത്തിൽ ഇവിടെ നടക്കുമ്പോൾ ഒരു 3 വർഷവും 2 മാസവുമായി ഒരു യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിന്റെ പേര് റഷ്യ ഉക്രൈൻ. ഇത് ഇവിടെങ്ങും തീരത്തില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു ഇതിപ്പോഴെങ്ങും ഇവിടെങ്ങും തീരത്തില്ല. ഇതെവിടെ ചെല്ലാൻ പോകുന്നു? മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക്. പറഞ്ഞു തരാം. ബൈബിളിനകത്തുണ്ടോ ഈ യുദ്ധം അന്തിമ ദിനം? എസെക്കിയേൽ 39:1-2. അതെല്ലാം കുഞ്ഞു വായിക്കത്തില്ലെന്ന് പറയുന്നു. എസെക്കിയേൽ പ്രവചനം 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരാ ഗോഗ്? പണ്ടൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, കള്ളു കുടിച്ച് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാഞ്ഞു പോയ ഒരുവൻ, നോഹ. നോഹയുടെ കുഞ്ഞുങ്ങൾ 3 പേരുണ്ടായിരുന്നു, ശേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ തലമുറ ഉൽപ്പത്തി 10 വായിച്ചാൽ മാഗോഗ്, താതായി, യൂബാൽ. അതാ മംഗോളിയൻ സാമ്രാജ്യം. 5 കുള്ളന്മാരെ വരയ്ക്കാം. അതിലൊന്ന് ചൈന, 1 കൊറിയ, 3 തൈവാൻ, 4 ജപ്പാൻ, 5 റഷ്യ. യവന്മാരെല്ലാം കോട്ടയം ഭാഷ പറഞ്ഞാൽ കറിയാച്ചാൻ, തോമാച്ചാൻ, കുഞ്ഞച്ച എല്ലാം ടിങ്കുകളാണ്. നല്ല നീളമുള്ളവന്മാരല്ല. സ്വോത്രം. ഈ മാഗോഗിന്ന് മതിൽ ചാടിയവന ഇന്നത്തെ റഷ്യ. ഗോഗെ, ഞാൻ നിനക്ക് വിരോധം. അറിയത്തില്ലയോ എന്താ വിരോധം? രോഷ് റഷ്യ, മേശക് മോസ്കോ, ടൂബൽ ടുബാസ്കോ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്ളാഡിമർ പുടിനെതിരെ കാറിനകത്ത് ആക്രമണം. അവന് 2 എണ്ണം കൂടെ കൈകാര്യം ചെയ്ത് ഏത് സമയം തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. തീർന്ന ലോകമഹായുദ്ധം. 1 ഇസ്രയേലിന്റെ മൊസാദ്, 2 എലോൺ മസ്ക്. പിന്നിൽ ട്രംപ് കൂടെ ഞാൻ റിമോട്ട് കൊടുക്കുക റഷ്യൻ പ്രസിഡന്റ് തീർക്കാൻ. നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കാർ വരെ തകർന്നു. യാത്ര ചെയ്യാൻ പറ്റാത്ത വളരെ വിഷമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ താടിയിൽ ചൂണ്ടൽ കൊടുത്തും ഒരു ദിനം നിന്നെ 6 രാജ്യങ്ങളിൽ കൂടെ ഞാൻ കടത്തും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമനിസ്ഥാൻ, അസർബൈജാൻ. 6th nation, that means ഉക്രൈൻ. ഉക്രൈനിൽ കൂടെ നിന്നെ ഞാൻ കടത്തും. എവിടെ കൊണ്ടുവരും? അന്ത്യദിനം. വടക്കേ അറ്റത്ത് നിന്ന് എന്നെ പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ കൊണ്ടുവരും. കരമുയർത്തുന്നവർക്കായി. ഇതിന്റെ പേരാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഈറ്റുനോവിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ അതിനോടനുബന്ധിച്ച് കാസർഗോഡ് സെൻട്രൽകാർ നോട്ടീസ് ശരിയാക്കുമ്പോൾ 2 കാര്യം കൂടെ സംഭവിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ഒരു സംഭവം ഉണ്ടായി. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വരുമെന്നറിഞ്ഞുകൊണ്ട് ഫലസ്തീന്റെ അതോറിറ്റിയുടെ നേതാവായിരുന്ന മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം റഷ്യയിൽ ചെന്നു പുടിനോട് പറഞ്ഞു, സാറ് ഇനി നിങ്ങൾ ഞങ്ങളെ നയിക്കണം. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ജനുവരി ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ വെടിനിർത്തലിന് തൊട്ടു മുമ്പ് റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ വന്നു. ഹമാസിന്റെ പോരാളികൾ അവിടെ വന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനോട് പറയും, സാർ ഞങ്ങളെ നയിക്കണം. ഇതാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ തനിമ. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ബൈബിൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ നോക്കിക്കോ. എസെക്കിയേൽ 38:7-8. 2650 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് നിന്ന് എസെക്കിയേൽ പുരോഹിതനോട് സ്വർഗം പറഞ്ഞ് എഴുത്, നീ അവർക്ക് മേധാവിയായി തീരും. റഷ്യ മനസ്സിലാകുന്നവർക്കായി അതിനർത്ഥം എന്താണെന്നറിയാമോ? നീ അവർക്ക് മേധാവിയായി തീരും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. We are saying the English interpretation in this night. Are you visited later? നീ കുറെ കാലം കഴിഞ്ഞ് സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച് സന്ദർശിക്കപ്പെടും? വാളിന് ഒഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായി ഒരു ദേശത്തേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധമെത്തും. അത് നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വത നിര. 1948 മെയ് 14 അറബി ഒട്ടകമോടിച്ച് മൂങ്ങ മൂളിയ മാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിൽ ഒടുക്കലത്ത്. അതിന്റെ പേരാ 3rd വേൾഡ് വാർ. ഇപ്പോൾ ചോദിക്കും, ഉപദേശി എന്താ അത് നടക്കാത്തത്? കണ്ണൂർ സെന്ററിനോട് കാസർഗോഡിലെ ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അത് നടക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. അതിനായി കൺവെൻഷൻ. ആരാവർ? യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് നിത്യ വീട്ടിലെടുക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവ്. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കണം. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത, എത്ര കാലമായി അടികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം. അതൊന്നും പ്രസംഗിക്കാൻ സമയമില്ല. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നു. പണത്തിന്റെ ലഭ്യത കുറയുന്നു. മഞ്ഞ ലോകം, സ്വർണത്തിന്റെ വില കൂടിക്കയറുന്നു. അത് കഴിഞ്ഞ് എണ്ണ വിപണി തകരുന്നു. അതിനോടൊപ്പം 7 രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ ആക്രമണത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് റഷ്യ ഉക്രൈൻ നടക്കുന്നു. ഇതിന്റെ നടുവിൽ ഇന്നത്തെ നേതാക്കൾ പറയുന്നു, ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കാം. റിവേഴ്സ് ബൈബിൾ. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, മൗണ്ട് ഒലിവ്, എസ്കറ്റോളജി, മത്തായി 24:3-4-5. ഘനഗാംഭീര്യമുള്ള നാഥന്റെ ഒലിവുമല പ്രഭാഷണം. ഓശാന പെരുന്നാളിൽ പാഷൻ വീക്കും അടുത്തു വരുന്ന നിങ്ങൾക്കും ശ്രദ്ധിക്കാം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? മത്തായി 24:3-4-5. നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? ഉടനെ യേശു പറഞ്ഞ മറുപടിയാ, ഇന്ന് ഉലകത്തിൽ ആ ഭാഗമായി ഇന്ന് നാളെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരുവന്റെ കയ്യിൽ പറഞ്ഞു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ
ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ഒരിക്കൽ കൂടി ക്ലിപ്തമാക്കപ്പെട്ട സമയത്തിന് മുമ്പ് നാഥന്റെ വരവിന്റെ 4 ചാലുകൾ: 1 യഹൂദലക്ഷണം, 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിന്റെ ലക്ഷണം, 4 ഏകലോകമതം. ഇന്ന് രാത്രി നാം ഇവിടെ കൺവെൻഷൻ കൂട്ടങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 2021 ഒക്ടോബർ 7 മുതൽ 7 രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ പോരാട്ടത്തിൽ: 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ടർക്കി, 4 ഇറാൻ, 5 യമൻ, അടുത്തത് സിറിയ. അത് കഴിഞ്ഞതിന് ശേഷം അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിൾ ക്ലിയർ ആയില്ലേ? യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് ശ്രീകണ്ഠാപുരം കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും ക്ഷാമവും ഭൂകമ്പവും അതിന്റെ നിവർത്തിയാ. കഴിഞ്ഞ ദിവസം മ്യാൻമാറിൽ അമ്പരചുംബികൾ താഴെ വീണു, ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. നാഥന്റെ ഒലിവുമല പ്രഭാഷണത്തിന്റെ നിവർത്തികൾ രംഗപടത്തിന് പിൻപിൽ അരങ്ങേറുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കള്, അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കണം. അമേരിക്കക്കാരനെ കൊണ്ട് പറ്റുമോ? 150 കോടിയുള്ള ഇന്ത്യ ഭരിക്കുവാൻ മോഡി സാർ ബുദ്ധിമുട്ടുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 3.5 കോടിയെ ഭരിക്കാൻ ബുദ്ധിമുട്ടുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം, അതിരുകളും മതിലുകളും ഇല്ലാത്ത ലോകം ഒരുവൻ വരണമെങ്കിൽ യേശു പറഞ്ഞ അവനടുക്ക വാതിൽക്കൽ. ഇനി ആ ചിന്തയിലേക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. അന്നൊരു സംഘടന ഇവിടെ നിലവിൽ വന്നു. അതിന്റെ പേരായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്, സർവ്വ രാഷ്ട്ര സംഘടന. ഇനി യുദ്ധം ഇവിടെ വേണ്ട. 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന ഇവിടെ വന്നു, ലീഗ് ഓഫ് നേഷൻസ്. അത് കഴിഞ്ഞതിന് വന്നത് 39-45 യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന. ഇന്നുമുണ്ട് അന്തോണീസ് ഗുട്ടറാസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ലോകത്തിൽ ഭരണത്തിൽ വരാൻ പോകുന്നു. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ശ്രദ്ധയോടെ അതിനാസ്പദമായി നിങ്ങളുടെ കൺവെൻഷൻ പോസ്റ്ററുകൾ പതിക്കുന്നതിന് മുമ്പ് 2024 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകോടി നടക്കുന്നു. G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ അവർ പറഞ്ഞു, ലോകം ഒരുവന്റെ കയ്യിൽ കൊടുത്താൽ നല്ലതായിരുന്നു. ആന്റി ക്രൈസ്റ്റിന് വഴിയൊരുക്കുന്നു. 2ാമത്തെ ഭാഗം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി ഒരമ്പലം ഉദ്ഘാടനം ചെയ്തു. ചാനലുകാർ മുഴുവൻ അവിടെ വന്ന് മോഡി സാറിനോട് പറഞ്ഞു, ഇസി ടൈം ഈ മന്ദിർ खोलने का टाइम एक अच्छा बात बताना चाहिए. ഈ മന്ദിര ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല വാക്ക് പറയാം. മോഡി സാർ പറഞ്ഞത് യുദ്ധമല്ല, ഭായിയോ ബഹനോ യേ സുന്ന മംഗത अपना दुनिया शांति समाधान बरकत मिलने के लिए एक आदमी कुर्सी में बैठेगा तो अच्छा है. സ്വത്രം ഒരുവൻ കസേലയിരുന്ന ശാന്തി സമാധാനം കിട്ടുമെന്ന്. 2 മൂന്നാമത്തെ കാര്യം കേട്ടോടോ. 2024 നവംബർ മാസത്തിൽ ഒരു സംഭവമായി ബ്രിക്സ് ഉച്ചകോടി. മനസ്സിലാകുന്നവർക്കായി 37 രാഷ്ട്രങ്ങൾ ഇവിടെ ഒരുമിച്ചു. റഷ്യയിൽ ഒരുമിച്ചു 3 നേതാക്കൾ കൂടെ. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയിലെ കിങ് ജോങ്. അവർ പറഞ്ഞു, ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കാൻ സന്തോഷമാകും. എന്നിട്ട് വേറെ ആപ്പൂടെ വെച്ചു. ഞങ്ങളുടെ ഉപദേശിമാരുടെ പൈസ പല്ല വെച്ചത് എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണമെന്ന്. അന്ന് നമ്മുടെ മോഡി സാറും ഉണ്ടായിരുന്നു. മോഡി സാറിന്റെ കൈ, ഞങ്ങളുടെ ഉപദേശിമാരുടെ കൈ ഉയരുന്ന പകുതി ഉയർന്നു. സ്വത്രം അത് ട്രംപ് വാട്സപ്പിൽ കൂടെ കണ്ടു. അതുകൊണ്ട് ആ ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് മോഡി സാറിനെ വിളിക്കാൻ. പിന്നെ ഇവിടുന്ന് ജയശങ്കർ പോയി കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം മോഡി സാർ അവിടെ ചെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വത്രം ഇതെല്ലാം അന്ത്യകാല സംഭവം. 2024 ഡിസംബർ ഈ കൺവെൻഷന് വേണ്ടി കാസർഗോഡ് സെന്റർ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒരു സംഭവം നടന്നു. എൻ്റെ പ്രിയ സേവനകൻ ചാണ്ടി ഉമ്മ, ശിവഗിരി മഠാധിപതി, പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ, കർണാടകയിലെ TU ഖാദർ, ഇവരെല്ലാം കൂടെ വത്തിക്കാനിൽ പോയി ഏകലോക മതം. ഇന്ന് രാത്രി ഞാനിനി ഈ കണ്ണൂരും കാസർഗോഡും വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നു. ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. വത്തിക്കാന്റെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി, എല്ലാവരും കേൾക്കണം, ചരിത്രത്തിലാദ്യമായി മർത്തോമാ സഭയിലെ 6 മെത്രാന്മാരും വത്തിക്കാനിൽ പോയി. അവിടെ ചെന്നിട്ട് ഒരു മെത്രാൻ മടങ്ങി വന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ പള്ളിയിൽ മാതാവിന്റെ ഫോട്ടോ വെക്കാം. സ്വത്രം പട്ടത്ത സഭയായ മർത്തോമ. മർത്തോമ വെച്ചാൽ CSI ഇവാഞ്ചലിക്കൽ കുഞ്ഞച്ചന് തോമാച്ചാന് എപ്പ വെച്ചെന്ന് ചോദിച്ചാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഇന്ന് പെന്തിക്കോസിലായിരിക്കുക. പണ്ട് പെന്തിക്കോസിലെ ഗ്രൂപ്പ് ഉള്ളായിരുന്നു. എൻ്റെ ഭാഷമാരെ മർത്തോമായിൽ ഇപ്പൊ പെരുത്ത ഗ്രൂപ്പായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ പേപ്പർ തൂക്കി വിട്ടിട്ടില്ലെങ്കിൽ 2025 മലയാള മനോരമ 119
രാജ്യങ്ങൾ ജനീവയിൽ കൂടി സ്വിറ്റ്സർലൻഡിൽ അവരൊരു പ്രമേയം പാസാക്കി. വി ആർ ഗിവിംഗ് എ ഗിഫ്റ്റ് ടു ന്യൂ ജനറേഷൻ. മലയാള മനോരമ 3-ാമത്തെ പേജ് 2025 ജനുവരി 25 തിങ്കൾ. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതിരുകളില്ലാത്ത ലോകം. കരമുയർത്തുന്നവർക്കായി ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒരു കമ്പ്യൂട്ടർ ലോകം മുഴുവൻ ഒരുവന്റെ കയ്യിൽ കൊടുക്കാം. അതിന്റെ പേര് അവനടുക്ക വാതിൽക്കൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരുവൻ ലോകത്തിലേക്ക് വരുമോ? അതിന്റെ വഴികളായി ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു വായിക്കും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ വളരെ ക്ലിപ്തമായി കർത്തദാസന് വായിച്ച് സഹായിക്കും. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ. മുൻ വായിച്ചാട്ടെ വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും. അവിടെ നിൽക്കട്ടെ മക്കളെ, ബൈബിൾ സ്കൂളിൽ കുമ്പനാട് ഗബ്രോണിൽ ഇരിക്കുന്നത് പോലെ അപ്പോൾ 10 കൊമ്പ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉപദേശി എപ്പോൾ? ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. ആരാ 10 കൊമ്പ്? എല്ലാവരും ശ്രദ്ധിക്കണം. അവന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. കേട്ടാട്ടെ, ഇന്ന് രാത്രി 12 രാജ്യങ്ങളാണ് യൂറോപ്പിൽ മെമ്പർഷിപ്പ് ഉള്ളത്. ഞാൻ പോയ ശേഷം നോഗയുടെ അളിയാൻ ആരാന്ന് ജോസ് പാസ്റ്റോട് സന്തോഷ് പാസ്റ്റോട് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഈ രേഖ കാണിക്കുന്നത്. സംശയം ഉണ്ട്, അവസാനം പടം എടുത്തോണം. സ്വോത്രം. എന്താ യൂറോപ്യൻ യൂണിയൻ 29 രാജ്യങ്ങളെ മൊബൈൽ അടിച്ചാൽ കിട്ടും. പക്ഷേ 12 പേർക്ക് വോട്ടവകാശമുള്ളൂ. ബാക്കി 17 വന്ന് കട്ടൻ ചായ കുടിച്ച് കറുവാപ്പസി പൊക്കോണം. സ്വോത്രം. 12 വോട്ടവകാശം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-1 ദൈവം വെട്ടി. ഇതാ ഏഷ്യാനെറ്റ് ബ്രെക്സിറ്റ്. അത് കഴിഞ്ഞിട്ട് മനോരമയിലെ ബ്രെക്സിറ്റ്. യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ പോയി. 12-1 പോയി. നാടൻ മലയാളം. ചെങ്ങളായിലെ സൂസമ്മാമ ബ്ലൗസിന്റെ കൈ വെട്ടിയോലെ ബ്രിട്ടനെ ദൈവം വെട്ടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇനി ഒരെണ്ണവും കൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. അതുകൊണ്ടല്ലേ അതിന് മുമ്പ് കർത്താവ് വരാൻ പോവാ. ഇതെല്ലാം സംഭവിക്കാൻ പോവാ. അതുകൊണ്ടല്ലേ ബ്രിട്ടൻ ചെറുപുഴയിലെ അമ്മമ്മയുടെ അടുത്ത് പാസ് ചോദിച്ചു, കുഞ്ഞുങ്ങൾ അവിടെ? അമ്മമ്മ പറയോ, മൂത്തവൻ UK, കൊച്ചവൻ അയർലൻഡ്, മോള് മാൾട്ടാദ്വീപ്. സന്തോഷമില്ലല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞൻ പട്ടി കൊണ്ട് വേലക്കാരിയുണ്ട്. വേലക്കാരി ചാടി അമ്മമ്മയുടെ കാര്യം കഷ്ടം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കണ്ടില്ലേ, കുഞ്ഞുങ്ങളെല്ലാം പോയി. UK, അയർലൻഡ്, മാൾട്ട. അന്ത്യകാലമായി നടന്നു. ഇതാ യൂറോപ്പിൽ നിന്ന് ഒരെണ്ണം പോയി. 12-1 പോയി. ഇനി 11. 10 കൊമ്പ്. അടുത്തത് മോൻ വായിക്കാം. 7 തലയും. 7 തല. പഠിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാവും. അതുകൊണ്ട് ഇത്ര ഇലാബറേറ്റ് ആയിട്ട്. ഇറ്റലിയുടെ ടൈബർ നദി തീരത്ത് ഒരു മലയുണ്ട്. ടൈബർ നദി തീരത്ത് 7 മലയാ. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, ആസ്കലൻ, ജാനിക്കുലൻ. ഈ മതത്തിന്റെ നേതാവ് അവിടെ. ഏകലോക മതത്തിന് വേണ്ടി കത്തോലിക്ക സഭ. അവരൊന്നും അല്ല ആന്റി ക്രൈസ്റ്റ്. ഒരു മതത്തെ നമ്മൾ വിമർശിക്കത്തില്ല. അടുത്ത വാക്ക്, കൊമ്പുകൾ. കൊമ്പുകളിൽ 10 രാജമുടി. യൂറോപ്പിനോട് 10 രാജ്യങ്ങൾ ചേരും. അമേരിക്ക പതിയെ തകരും. ട്രംപ് ആരാന്ന് പുറകെ പറഞ്ഞു തരാം. അങ്ങനെയെങ്കിൽ അമേരിക്ക തകർന്നാൽ യൂറോപ്പിനോട് 10 രാജ്യം ചേരും. ആരൊക്കെ? സഖാവ് പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്. വീണ ജോർജ് കൂടെ ഉണ്ട്. വാസവൻ ചേട്ടനുണ്ട്. വി ശിവൻകുട്ടിയുണ്ട്. എൻ്റെ സീനിയർ KN ബാലഗോപാല, കേരളത്തിലെ ധനമന്ത്രി. എൻ്റെ സീനിയർ. സ്വോത്രം. ഞങ്ങൾ ഒരുമിച്ച് മുമ്പ് പുറകെ പഠിച്ച സ്വോത്രം. ഇവരുണ്ട്. അതുപോലെ 10 പേർ കൂടെ ചേരും. അത് കഴിഞ്ഞിട്ട് അനവധി നാമങ്ങൾ. വായിച്ചമോനെ, അനവധി. തലയിൽ ദൂഷണ നാമങ്ങളും. എതിർ ക്രിസ്തു, തുമ്പുകെട്ടയോ ഇടയൻ, നാശയോഗ്യൻ, വരുമാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. ഇതെല്ലാം ഒരുവന. അങ്ങനെ ഒരു മൃഗം. വായിച്ചാട്ടെ. ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് അപ്പോസ്തലൻ കണ്ടു. അടുത്തത്, ഞാൻ കണ്ട മൃഗം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. റോമാ സാമ്രാജ്യം മടങ്ങി വരും. അതാ ആരാന്നറിയാം? അലക്സാണ്ടറിന്റെ ഗ്രീസ്. ഇതിന് പിന്തുണ കൊടുക്കാൻ പോകുന്ന തകരുന്ന റോമാ സാമ്രാജ്യം. ഇതിന് പിന്തുണ. അടുത്തത്, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. അതിന്റെ കാൽ കരടിക്കാൽ. ഇന്നത്തെ ഇറാൻ. പഴയ ദാര്യാവേശും കോരശും. വായിക്കകത്ത് 3 വാരിയലുണ്ട്. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. ഇവരെല്ലാം എതിർ ക്രിസ്തുവിന് പിന്തുണ കൊടുക്കും. അടുത്ത വാക്ക്, വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതാ നിമ്രോദിന്റെ തലമുറ. തലയിറക്കുന്ന നായാട്ട് വീരന്മാർ. ഇറാഖ്. അവർ പിന്തുണ കൊടുക്കും. അതാ വരാൻ പോകുന്ന ഭരണം. അടുത്തത്, അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. ലൈവ് കൊടുക്കുന്ന മോനെ ദാ കൊടുത്താട്ടെ. ഏക ലോക ഭരണം വാതിൽക്കലെത്തി. ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോകാൻ പോകുന്നു. ഒരുവന്റെ കയ്യിൽ ഭരണം. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? ബൈബിൾ പഠനത്തോടെ ആയിരിക്കണം. ആര് ഈ മൃഗത്തെ കാണും? വായിക്കാം. വെളിപ്പാട് 17:8-9. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം പോയി. ഇപ്പൊ ഇല്ല. വായിച്ചോ. ഇപ്പോൾ ഇല്ലാത്തതും
ഇപ്പൊ ജനാധിപത്യ ഭരണം നമ്മുടെ കയ്യിൽ ഇതായിരിക്കുന്നു, ഇപ്പോൾ ഇല്ലാത്തതും. ഇനി അഗാധത്തിൽ നിന്ന് കയറിയ ആ അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ആ ഇരിക്കുന്നതുമാകുന്നു. മനുഷ്യകുലത്തെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന ഒരു ഭരണം ഇവിടെ വരാൻ പോകുന്ന. അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും ഇല്ലാതിരുന്നതും വരുവാനുള്ളതുമായ. ഈ വന്നിരിക്കുന്ന സഹോദരങ്ങളെല്ലാം ഈ വാക്ക് കർത്തൃദാശം വായിക്കുന്ന നോട്ട് ചെയ്യണം. ഇതിനായി കൺവെൻഷൻ വെച്ചേക്കുന്നത്. വായിച്ചാട്ട് അടുത്ത വാക്ക്. മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, വായിച്ചാട്ട് മക്കളെ, പേരെഴുതി ഇരിക്കുന്ന ഭൂവാസികൾ കണ്ട് പേരെഴുതി കാണാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരോടൊപ്പം കരമുയരുന്നില്ലല്ലോ. കാന്തന്റെ വരവിലെടുക്കപ്പെടുക. അതിനുവേണ്ടി കൊടുക്കുന്ന ടിക്കറ്റായി കൺവെൻഷൻ. എമ്പുരാന്റെ ടിക്കറ്റ് അല്ല, രക്ഷയുടെ ടിക്കറ്റ്. കരമുയർത്തുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ ഈ മൃഗത്തെ കണ്ടു വിസ്മയിക്കും. അടുത്തത് വെളിപ്പാട് 17:8-9. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭ സ്ത്രീ ഇരിക്കുന്ന തല. വായിച്ചിട്ട് അടുത്ത വാക്കൂടെ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ആവശ്യം തല 7 ഇരിക്കുന്ന 7 മലയാകുന്നു. ദാ കിടക്കുന്നു. അതിനവസാനമായി ദാ നോക്കിയാട്ട് മലയാള മനോരമ, ഇംഗ്ലീഷ് പത്രം ഞാൻ എടുക്കുന്നില്ല, സബ് ടൈറ്റിൽ ഒരു ദിവസത്തെ വാർത്ത ഇത്. ഒരിടത്ത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഇസ്രായേൽ ഹമാസിന് അത് പ്രശ്നം നടക്കുന്നു. ആ സമയത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ 27 കോടി മുസ്ലിമുള്ള ഇന്തോനേഷ്യയിലേക്ക് പോകാൻ പോകുന്നു. അവിടെ ചെന്നിരിക്കുന്നു ഏക ലോകമത. ഒരിടത്ത് ഇസ്രായേൽ ഹമാസ്, ഒരിടത്ത് റഷ്യ ഉക്രൈൻ. അതേ സമയം തന്നെ അവൻ അടുക്കൽ പാത ഒരുക്കുവാൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ 27 കോടി മുസ്ലിമുള്ള ഇന്തോനേഷ്യ രാജ്യത്തിലേക്ക് പോയി. ബൈബിളിന്റെ പ്രവചനം ഇവിടെ നിവൃത്തിയാകുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഭരണാധികാരി ഇവിടെ വരുമെന്ന് ബൈബിളിനകത്തുണ്ടോ? ശ്രദ്ധയോടെ മുൻ ദാനിയേലിലേക്ക് വരണം. എന്താ പ്രത്യേകത? ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് തന്റെ പ്രിയ പുരുഷൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാ ദാനിയേൽ പ്രവാചകൻ. അതാ പഴയ നിയമത്തിന്റെ വെളിപ്പാട്. പഴയ നിയമം 27, പുതിയ നിയമം 27. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ. തത്തുല്യമായ ചിന്തകൾക്കകത്ത് കിടക്കുന്ന 2 ദൈവദാസന്മാർ ദാനിയേലിനോട് സ്വർഗം പറഞ്ഞ് എഴുതു, ഈ ഭരണങ്ങൾ അവസാനിക്കാറായി, ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. എല്ലാവർക്കും ബൈബിൾ എടുക്കാം, നല്ല ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. The prophecy of Daniel chapter 8 verse 23, 24, 25. വായിച്ച് സഹായിച്ചിട്ട് മക്കളെ. വായിച്ചു. ദാനിയേൽ 8:23-24. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരിയുടെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഇതാ ഇന്ന് രാത്രി ഗൂഗിളിൽ ചെന്ന് ടൈപ്പ് ചെയ്താൽ മതി, ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവൻ ലോകഭരണത്തിന്. അടുത്ത വാക്ക്. അവന്റെ അധികാരം വലുതായിരിക്കും. അതാ നാളെ എലോൺ മസ്കിനെ പറ്റി പ്രസംഗിക്കാൻ 2 എണ്ണം അവന്റെ കയ്യിലായി കഴിഞ്ഞു. റിലയൻസിന്റെ ജിയോയും കൊണ്ടുപോയി, എയർടെല്ലും കൊണ്ടുപോയി. എന്തിനാന്ന് നാളെ പറയാം. സ്വോത്രം. അവൻ ഇന്റർനെറ്റ് വഴി ഉലകത്തെ പിടിക്കുന്നു. അടുത്ത വാക്ക്. സ്വന്തം ശക്തിയാൽ അല്ലതാന് അവൻ അതിശയമാമണ്ണ് നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി മതി. അങ്ങനെ ഒരുവൻ വരാൻ പോകുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ. ഇനി കാലിക പ്രസക്തിയുള്ള ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ. ഇന്ന് രാത്രി ഒരുവൻ ഭരണത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഇംഗ്ലീഷ്, he will take the land order. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അധികാരം ഏറ്റെടുത്തു സഖാവ് പിണറായി വിജയൻ സാർ. അദ്ദേഹം വന്നപ്പോൾ DGP മാറ്റി, കളക്ടർ മാറ്റി, പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി. he will take the land order. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഇന്ന് അധികാരപത്രം ഏറ്റത് നരേന്ദ്രമോദി സാർ. ഗവർണർമാരെ മാറ്റി, കരസേന, വ്യോമസേന, നാവികസേനയുടെ നേതാക്കളെ മുഴുവൻ മാറ്റിയതുപോലെ ഒരു ഭരണാധികാരി വന്നാൽ he will take the land order. നിയമത്തെ പിടിക്കും. എന്താ നിയമം? ഇന്ന് രാത്രി നാം പോകാവുന്നത് കണ്ണൂരിൽ നിന്ന് നേരെ ലോസ് ആഞ്ചലസിലേക്ക്. വിശുദ്ധ ബൈബിൾ എല്ലാവരും ശ്രദ്ധയോടെ തുറന്നിരിക്കണം. ഉൽപ്പത്തി 1, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശം, ഭൂമി, പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. യൂണിവേഴ്സ്. ഉൽപ്പത്തി 2, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കുരങ്ങനും ചിമ്പാൻസി ഒന്നും പരിണമിച്ചതല്ല മനുഷ്യൻ. ഉൽപ്പത്തി 2:17, നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ. എവിടെ മനുഷ്യന്റെ സൃഷ്ടി? എല്ലാവരും ശ്രദ്ധയോടെ. ഇന്ന് ഇറാഖിന്റെ വടക്കേറ്റമായ ഒരു നഗരമുണ്ട്. അതിന്റെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ കര. അതിന്റെ അക്കരെ ഒരു കറുത്ത മണ്ണുണ്ട്. ആ കറുത്ത മണ്ണിന്റെ പേരാ എത്യോപ്യ. അവിടെ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന 6 ഘടകങ്ങൾ എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം. അത് കഴിഞ്ഞ് നിലത്ത
പൊടിയിൽ നിന്ന്. ബൈബിള് പലരും പറയും മണ്ണീന്ന്. നോ, ഇന്ന് രാത്രി കണ്ണൂരിലെ വെട്ടുന്ന പാറക്കല്ലിനകത്ത് നിന്ന്, ഒരുപക്ഷെ ആലക്കോടോ പുളിയാൻമലയിലോ ചെറുപുഴയിൽ നിന്ന് കിട്ടുന്ന മണ്ണിനകത്തുനിന്ന് മനുഷ്യനെ പാറയിൽ നിന്ന് മനുഷ്യനെ മനയാൻ മറിച്ചില്ല. ഒരു പാറയ്ക്കകത്ത് 97 മൂലകമുണ്ട്. അതിന്റെ പേര് കട്ടിമൂലകം, പൊറോക്സോൺ. ബൈബിൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പാറ പൊടിക്കുന്ന പാറയ്ക്കകത്ത് പൊടി കിട്ടും. അതിനൊക്കെ പാറപ്പൊടി, സാൻഡ്. അതിന് വിളിക്കുന്ന പൊടി, അതിനെ വിളിക്കുന്ന സാൻഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് 17 മൂലകം. ബൈബിളിനകത്ത് 4 ഭാഗങ്ങൾ. മനുഷ്യനെ പൊടിയിൽ നിന്ന്, ഉൽപ്പത്തി 2:17, നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ദാനിയേൽ 12:2, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. പിന്നെ സങ്കീർത്തനം 90, അഗരോൻ ചേട്ടന്റെ മരണം കണ്ടുകൊണ്ട് മോശ താഴ്മയോടൊരു സങ്കീർത്തനം എഴുതി. അനാദിയും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. അത് കഴിഞ്ഞിട്ട് മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം, മണ്ണിലേക്കല്ല. അതിന്റെ താഴെ കുണം പിടിക്കാത്തൊരു വാക്യം ഉണ്ട്, ആരും വായിക്കത്തില്ല. നമ്മുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. നിങ്ങളെ വിടുന്നു. ഞങ്ങളെപ്പോലെ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, പട്ടക്കാരെ ആരും വായിക്കത്തില്ല. കാര്യം എന്താ? അന്നേരം ഞങ്ങളുടെ ഭാര്യമാരെ കൊടുക്കുക. നാടൻ മലയാളം നാളെ ഞാൻ പൊക്കോളാം, അവള് പോയാലും കുഴപ്പമില്ല, ഞാൻ വേറെ കെട്ടിക്കോളാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒരു പാസ്റ്റർമാരും വായിക്കാത്ത വാക്ക്. ഞങ്ങളുടെ ആയുഷ്കാലം 70 അല്ലെങ്കിൽ 80. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. സിട്ടാവായ ദൈവം താഴേക്ക് ഇറങ്ങി വന്നു. അമ്മാമേ, ജീവശ്വാസം ആദവന്റെ ശരീരത്തിനകത്ത് ഊതി. അവന്റെ കാല് ചലിക്കാൻ തുടങ്ങി, അവന്റെ കണ്ണ് തുറക്കാൻ തുടങ്ങി, ഹൃദയത്തിന്റെ ആർട്ടിക്കളും വെൻട്രിക്കളും ചലിക്കാൻ തുടങ്ങി, കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമലായി, മുടി അനങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്തിനോട് ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ ദൈവമാര് മഹാദൈവം. കരമുയർത്തുന്നവർക്കായി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കോഴിക്കോട് ആസ്റ്റർ അല്ലെങ്കിൽ കണ്ണൂർ പരിയാരമല്ല ആദ്യം വെന്റിലേറ്റർ കൊടുത്തത്. ആദമിന്റെ മൂക്കിനകത്ത് വെന്റിലേറ്റർ കൊടുത്ത് അവനെ ചലിപ്പിച്ചവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം ഇവിടെ മുഴങ്ങുമ്പോൾ പറയണം, നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ ലെവലുകളെ മാറ്റുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ തൈറോയിഡിനെ മാറ്റുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ അന്യായ മുഴകളെ മാറ്റുക ഇന്ന് രാത്രി. എത്യോപ്യയുടെ മണ്ണിനകത്ത് ഇറങ്ങി വന്ന് ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ചലിക്കാത്തതിനെ ചലിപ്പിച്ച കര ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സെൽസിനെ കരിക്കുക ഇന്ന് രാത്രി. ഗാമ റേഡിയേഷൻ അല്ല വലുത്, കോസ്മിക് ട്രീറ്റ്മെന്റ് അല്ല വലുത്. ഇന്ന് രാത്രി കരം ഉയർത്തി പറയണ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കര ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് the miracle is coming, the unbounded power ഇന്ന് രാത്രി അതിശയത്തിന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കുക.